ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യുന്ന കർത്താവാണല്ലോ. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണല്ലോ. ഓരോ ദിവസവും കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് കൂടി വരുവാനും സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മളെ സഹായിക്കുന്നല്ലോ. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഞങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. വലിയ ദൈവപ്രവർത്തികളെ കാണാനും കേൾക്കുവാനുമുള്ള സമയമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവെ, കൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന കർത്താവിനെ സ്തുതിക്കും. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ഒരു ദുരാത്മാക്കൾക്കോ എൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ അവകാശമില്ല. ദാരിദ്ര്യത്തിലല്ല, ക്രിസ്തുവേശുവിൽ ഞാൻ ബഹുസമ്പന്നനാണ്. ഐശ്വര്യവും സമ്പത്തും എൻ്റെ ഭവനത്തിലുണ്ട്. ഞാൻ വാരി വിതറി കൊടുക്കും, വായ്പ വാങ്ങത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയും അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് അവരെപ്പറ്റി പറഞ്ഞ് ഞാൻ കേൾക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് സംഭവിക്കത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രവർത്തികൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവിന്റെ പ്രവർത്തികളെ കാണാനും അനുഭവിക്കുവാനുമുള്ള സമയമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. ഇന്നലകളിൽ നമ്മൾ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഇന്നലെ കേട്ട വചന ചിന്ത. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്നിൽ പകർന്നിരിക്കുന്നു. ശക്തി, വിശ്വാസം, ദൈവത്തിന്റെ സുവിശേഷ വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുമാനത്തോടും കൂടി എന്നിൽ പകർന്നിരിക്കുന്നു. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ട സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, നമ്മൾ കേൾക്കുന്ന വചനം വെറും വാക്കായിട്ടല്ല വരുന്നത്. പകരം ആ വാക്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വിശ്വാസമുണ്ട്. നിങ്ങളെ നിലനിർത്തുവാൻ തക്കതായിട്ടുള്ള ദൈവത്തിലുള്ള ഉറപ്പതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ഏത് പ്രതിസന്ധിയിലും തകർന്നു പോകാതിരിക്കാൻ തക്കവണ്ണം നിങ്ങളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവവചനത്തിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ഈ വചനത്തിൻ്റെ അകത്താണ് നിങ്ങളും ഞാനും വിശ്വസിച്ചിരിക്കുന്നത്. ഈ വചനത്തിൻ്റെ അകത്താണ് നിങ്ങളും ഞാനും വായിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തോണം, കർത്താവ് എനിക്ക് വിശ്വാസം നൽകിയിരിക്കുന്നു. എനിക്ക് ദൈവം തന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ നേടിയെടുത്തതല്ല, സ്വർഗത്തിലെ ദൈവം എനിക്ക് ദാനമായി തന്നിരിക്കുന്നതാണ് ഈ വിശ്വാസം. അപ്പോൾ എപ്പോഴും ഓർത്തോണം, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏത് പ്രതികൂല സാഹചര്യത്തിൻ്റെ ഒത്തൂടെ കടന്നു പോയാലും എപ്പോഴും വചനം കേൾക്കണം. വചനം എന്തിനു കേൾക്കുന്നത്? നിങ്ങൾക്ക് അവിടെ ജയിക്കാനുള്ള ശക്തി ലഭിക്കുന്നത് വചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്നു എന്നുള്ള പദം കാണാൻ പറ്റുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവമാണ്. സകല കാര്യങ്ങളിലും നിങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ലൈവിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ പ്രയറിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സൂമിൽ ലൈവിൽ പങ്കുചേരാനുള്ള ലിങ്ക് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ സൂക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവെ നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. അപ്പം ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പിന്നെയും എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടു, 11-ാം അധ്യായത്തിൽ നിന്ന് കേട്ടു. ഇനി 11-ാം അധ്യായത്തിലെ മറ്റു ചില വാക്യങ്ങൾ കൂടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. വാക്യം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്. എബ്രായർക്ക് എഴുതിയ ലേഖനം
11-ാം അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യമാണ്. അപ്പൊ വിശ്വാസത്തെ പറ്റിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് വരുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന വാക്യം ഇതാണ്, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വാസത്താൽ അവർ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ കൂടി കടന്നു. നോക്കിക്കോണം, വിശ്വാസത്താൽ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ കൂടി കടന്നു, അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. രണ്ട് കാര്യം നോക്കണം. ഒരു കൂട്ടര് വിശ്വാസത്താൽ കരയിൽ എന്നതുപോലെ ചെങ്കടലിന്റെ നടുവിലൂടെ കടന്നു പോയെങ്കിൽ അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് നടന്നില്ല. അതായത് രണ്ടും മനുഷ്യരാണ്, രണ്ടും ഒരേപോലത്തെ മനുഷ്യരാണ്. പക്ഷെ ഒരു കൂട്ടർക്ക് കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടെ സഞ്ചരിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ മറ്റു ചിലർക്ക് അത് നോക്കിയിട്ട് അവർ മുങ്ങിപ്പോയി. എന്താണ് കാരണം? ഇവിടെ മറ്റാരെ പറ്റിയല്ല പറയുന്നത്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തെ പറ്റി പറയുകയാണ്. അവരെ പറ്റി ബൈബിൾ പറയുന്നു. അവർ നമുക്കറിയാം, സാഹചര്യം മുഴുവൻ നിങ്ങൾക്കറിയാം, ബൈബിൾ വചനം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വായിച്ചിട്ടുള്ളതാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട വഴിയിൽ അവരുടെ പിന്നിൽ എന്ത് ചെയ്തു? ഫറവോന്റെ സൈന്യം അവരെ തകർക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വലിയ പടക്കോപ്പുകളുമായിട്ട് വന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ നടുവിൽ മുമ്പിൽ ഒരു വാതിലില്ലാതെ, വഴിയില്ലാതെ ചെങ്കടലിന്റെ മുമ്പിൽ സ്റ്റക്കായി നിൽക്കുന്നു. ആ സാഹചര്യം നമുക്കറിയാം, പലപ്പോഴും പ്രസംഗിക്കുന്നതാണ്. ചില കൂട്ടർ എന്ത് ചെയ്തു? ചില ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നാണോ, ഞങ്ങളെ നശിപ്പിക്കാൻ കൊണ്ടുവന്നാണോ. ചിലർ ഫറവോനെ കണ്ട് ഭയപ്പെട്ടപ്പോൾ മറ്റു കൂട്ടര് മോശയോട് ചേർന്നിട്ട്, മോശയുടെ പക്ഷം ചേർന്ന് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു വാതിലിനെ അവർ വിശ്വസിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, മറ്റു ചിലർ കടലിൽ ചാടി ചാകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു? കടലിനപ്പുറയുള്ളൊരു കരയുണ്ടെന്ന് അവർക്ക് എവിടുന്ന് ലഭിച്ചു വിശ്വാസം? ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ, നിങ്ങളൊരു വചനം കേൾക്കുമ്പോൾ ആ വചനത്തിന്റെ അകത്ത് നിങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് നടന്നു പോകുവാൻ തക്കതായിട്ടുള്ള സകലവിധമാകുന്ന പ്രവൃത്തികളും നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങളുടെ അകത്ത് വാക്തത്വം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ, ആ വചനത്തിന് നിങ്ങളുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയും. പലപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുന്നത്, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ലതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പക്ഷെ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കൊരു വിശ്വാസം വേണം. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ജൽപ്പനങ്ങളായിട്ട് മാറും. യേശുക്രിസ്തു പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യുന്നവരാകരുത്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടഞ്ഞ് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് പിതാവ് അറിയുന്നു. അപ്പൊ അവരുടെ പ്രാർത്ഥന ജൽപ്പനങ്ങളാണ്. എന്താണ് ജൽപ്പനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, കരഞ്ഞു കൂകി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പല വാചകങ്ങളും ചേർത്ത് വിളിച്ച് നമ്മുടെ അഭയയാചനകളും നമ്മുടെ നിലവിളികളും സങ്കടങ്ങളുമാണ് പലപ്പോഴും പ്രാർത്ഥനകൾ. ഇവിടെ നിങ്ങൾ നോക്കിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിശ്വാസത്താലുള്ള ഉറപ്പാണ് പ്രാർത്ഥന. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ അകത്തെ ഉറപ്പിനെ പ്രദർശിപ്പിക്കുന്ന സ്ഥലമാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി. അപ്പൊ ഒരു വ്യക്തി പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്നുവെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? തൻ്റെ വിശ്വാസത്തിന്റെ അകത്തുള്ള ഉറപ്പിനെ പ്രദർശിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസമുണ്ടോ ഇല്ലയോ, നിങ്ങളിൽ വിശ്വാസം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വാചകം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് നമുക്ക് പരിചിതമായ വാക്യത്തിലേക്ക് ഒന്ന് പോകാവേ. ആ വാക്യം വേഗത്തിൽ നിന്ന് എടുക്കാം. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അകത്ത് യേശു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പൊ ഞാൻ ആ വാക്കുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. നമ്മൾ ധ്യാനിക്കുന്ന വചനങ്ങളാണെങ്കിലും ആ വാക്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കയറി വന്നുകൊണ്ട് നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് പോകാം. മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ അകത്ത് പറയുന്നുണ്ട്, യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങളോ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത്, മർക്കോസ് 11:24 സൗകര്യ വാക്യം ഇട്ടിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നിങ്ങൾ നോക്കണം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. നോക്കിയേ, എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്താൽ അവർ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ കൂടി നടന്നു, അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ഇതിനർത്ഥം അവരുടെ മുമ്പിൽ ചെങ്കടൽ മാറുന്നില്ല. മിസ്രൈം ജനത്തിന്റെ മുമ്പിൽ ചെങ്കടൽ മാറുന്നില്ല, പക്ഷെ ചെങ്കടൽ അവരെ മുക്കി. പക്ഷെ ഇസ്രായേൽ ജനത്തെ അവർക്ക് കടലിന് മുക്കാൻ പറ്റുന്നില്ല.
ഇതാണ് നിങ്ങളുടെ അകത്ത് വചനം വ്യാപരിക്കുന്നുവെങ്കിൽ, വചനത്താൽ ഒരു വിശ്വാസം വ്യാപരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതിസന്ധിക്കും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. കടല് പോലെ വന്നാലും, കായല് പോലെ വന്നാലും, കാറ്റ് പോലെ വന്നാലും നിങ്ങളുടെ മുമ്പിൽ രണ്ടായിട്ട് മാറും. ഒന്നുകൂടെ ഞാൻ പറയാം, അയൽവക്കത്തെ വീട്ടിലുള്ളവർക്ക് നിങ്ങളുടെ അതേ വിഷയമാണെങ്കിൽ ലോകത്തുള്ള പലർക്കും നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അത് വഴി മാറും. നിങ്ങളുടെ മുമ്പിൽ അത് വഴി മാറും. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റു ലോകത്തിലുള്ളവരെ പോലെ അനുരൂപരാകരുതെന്ന് പറയാൻ കാരണം. നിങ്ങൾ താഴത്തെ വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. അവർ നോക്കുമ്പോൾ കടല് രണ്ടായി ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ മാറിയെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല? അവർ നേരെ ചെന്നപ്പോൾ കടൽ എന്ത് ചെയ്തു? ഇവർക്ക് പ്രതികൂലമായി. അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ടാ ചെങ്കടലെ നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ മൂടാൻ കഴിയാത്തത്? ആ കടലിനൊരു വാക്ക് പറയാൻ വേണ്ടി ആ കൂട്ടത്തിൽ യോശുവേനെയും കാലേബിനെ പോലെ വാക്തത്വം മുറുക്കെ പിടിക്കുന്ന ജനമുണ്ട്. അവരുടെ മുമ്പിൽ കടലിനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നോക്കി, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നത് ലഭിക്കുമെന്ന് വിശ്വസിപ്പിൻ. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജൽപ്പനമല്ല. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് അവർ നിരൂപിക്കുന്നത്. കുറെ ബഹളം വെച്ചുകൊണ്ടോ, ഒച്ച വെച്ചുകൊണ്ടോ, നിലവിളിച്ചുകൊണ്ടോ, കരഞ്ഞതുകൊണ്ടോ ഇപ്പൊ മറുപടി കിട്ടുമെന്ന് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഉറപ്പിനെ പ്രദർശിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്കകത്തും ദൈവത്തിന്റെ വചനം വ്യാപരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. എങ്ങനെയാണ് വചനം വ്യാപരിക്കുന്ന ഒരു വ്യക്തിയുടെ നാവിന്റെ അകത്തു ഒന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. അവൻ ട്രൈ ചെയ്താൽ പോലും നിരാശയുടെ വാക്കുകൾക്ക് വരാൻ കഴിയത്തില്ല. നിരാശയുടെ വാക്കുകൾക്ക് അവനിലൂടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ മതി, യോശുവയും കാലേബും പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. യഹോവ നമുക്ക് ആ ദേശത്തെ കൈവശമാക്കി തന്നിരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും നമുക്ക് എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഫലം കാണാതെ വരുന്നതിന്റെ പലരുടെയും കാര്യത്തിന്റെ പിന്നെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ ഏത് പ്രതികൂലത്തിന്റെ അകത്ത് അകപ്പെട്ടാലും അതിൻ്റെ അകത്തുനിന്നും പുറത്തു വരണമെങ്കിൽ എനിക്ക് ആദ്യം വേണ്ടത് എബ്രായ ലേഖനം 6-ാം അധ്യായം പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. നോക്കിക്കേ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടുവെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ടുവെന്നും വിശ്വസിക്കണം. രണ്ട് കാര്യമാണ്. ഒന്ന്, ദൈവത്തിനടുക്കൽ വരുന്നവൻ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. രണ്ട്, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട്. അപ്പൊ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ള കാര്യം. നിങ്ങൾക്ക് മനുഷ്യനെ വിശ്വസിക്കാം അല്ലെ? നിങ്ങൾക്കിപ്പം എന്നെ വിശ്വസിക്കാം. ബ്രദർ 9 മണിയാകുമ്പം പ്രാർത്ഥന ഇന്നുണ്ടോ എന്ന് ചോദിക്കണ്ട, ലിങ്കെ ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. മനുഷ്യരെ നമുക്ക് വിശ്വസിക്കാം. ഭാര്യ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആവുമ്പോൾ വേറെ വീട്ടിലോട്ട് പോകാതെ സ്വന്തം വീട്ടിലോട്ട് മടങ്ങി വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലെ? ഇതൊക്കെ മനുഷ്യരിലുള്ള വിശ്വാസമാണ്. കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയച്ചു, അവർ വേറെ എങ്ങും പോകാതെ കറങ്ങി തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ വരും, നമുക്കത് വിശ്വസിക്കാം. മനുഷ്യനെ നമുക്ക് വിശ്വസിക്കുന്നത് പോലെ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയത്തില്ല. കാര്യം ദൈവം അദൃശ്യ ലോകത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതിന്റെ അർത്ഥം ദൈവം ഈ കാണുന്ന ലോകത്തിലെ മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്ന ആളല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ലോകം, എൻ്റെ രാജ്യം ഐഹികമല്ല. അതിന്റെ അർത്ഥം ദൃശ്യമായി കാണാൻ കഴിയുന്നതല്ല. എൻ്റെ ലോകം ഐഹികമല്ല. അപ്പൊ പലപ്പോഴും ദൈവരാജ്യം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് ദൈവത്തെ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞതെന്ന് പറയാം. ഈ ദൈവത്തിന് ചില പ്രത്യേകതകൾ പറഞ്ഞു തരാം. ബൈബിള് നമ്മൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ വലിയ കടഭാരത്തിൻ്റെ അകത്തോ രോഗാവസ്ഥയിലോ ഏതെങ്കിലുമൊക്കെ സമാധാനമില്ലാതെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ഭാരപ്പെടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ ഏത് പ്രാർത്ഥനിക്കുന്ന നല്ല വചനം വ്യാഖ്യാനിക്കുന്ന ഒരു ബ്രദറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, അവർ നിങ്ങളോട് ആദ്യം വചനം പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വിഷയം പറഞ്ഞിട്ട് നിങ്ങളെ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ച വാക്കുകൊണ്ടൊന്നുമല്ല. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഇന്ന പുസ്തകത്തിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോരോ വലിയ വലിയ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ, അതുകൊണ്ട് അത് പറ്റി ധൈര്യപ്പെടാനല്ല പറഞ്ഞേക്കുന്നത്. ബൈബിളിൽ ഏതെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ട് വരും.
കടവാരത്തിന്റെ അകത്ത് നിങ്ങൾ തകർന്നിരിക്കുന്ന സമയത്ത് എൻ്റെ ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും ബ്രദറെ, ഞാൻ വലിയ പ്രതികൂലത്തിന്റെ അകത്താണ് ഇരിക്കുന്നത് പറയുമ്പോഴേക്കും ഏത് പ്രാർത്ഥിക്കുന്ന വിശ്വാസ വചനം നല്ല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ബ്രദർ ഉടനെ പറയും, സഹോദരി ധൈര്യപ്പെട്, കർത്താവ് യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, യഹോവ ഈര, ദൈവം വഴി തുറക്കും. എന്തുകൊണ്ടാണ് ഈ വചനം പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ വാക്യങ്ങൾ പറയുന്നതിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുകയാണ്. അപ്പൊ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണമെങ്കിൽ ദൈവം എനിക്ക് ആ വിശ്വാസം തരണം. കാര്യം ഞാൻ ദൈവത്തെ കാണുന്നില്ല, എനിക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. അദൃശ്യനായി നിൽക്കുന്ന ദൈവം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഈ ദൈവം ഇന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ എന്ന് മാനുഷിക ബുദ്ധിയിൽ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാൻ പറയുകയാണ്, നാളെ 9 മണിക്ക് രാത്രിയിൽ പ്രാർത്ഥനയുണ്ട്. എൻ്റെ വാക്ക് വോയിസ് റെക്കോർഡ് നിങ്ങൾ കേട്ടു, എൻ്റെ വാട്സാപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ കണ്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമാണ്. നാളെ പ്രയർ ഉണ്ട്, ബ്രദർ പറഞ്ഞിട്ടുണ്ട്, ബ്രദറിന്റെ മെസ്സേജ് ഞാൻ കണ്ടു. നാളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദൈവം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ശബ്ദമായി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മുടെ കൈവശമുള്ള ഏക തെളിവ് ബൈബിളാണ്, വചനമാണ്. അപ്പൊ ഇത് വായിക്കുമ്പോൾ ദൈവത്തെ വിശ്വസിക്കുവാൻ എനിക്ക് എന്തുണ്ടാകുന്നു? എന്നിൽ വിശ്വാസം ഉണ്ടാകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ കേട്ട വചനം കേട്ടവർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അതിലോട്ട് ഞാൻ പോകത്തില്ല, സമയമില്ലാത്തതുകൊണ്ട്. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തോട്ട് വിശ്വാസം ഉണ്ടാകുന്നു. എന്തിനാ വിശ്വാസം വരുന്ന അറിയാവോ? വിശ്വാസം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവവുമായിട്ട് എനിക്ക് കണക്ഷൻ വേണമെങ്കിൽ ബൈബിൾ പറയുന്നു, വിത്തൗട്ട് ഫെയ്ത്ത് നത്തിങ് ഇമ്പോസിബിൾ എന്നാണ് പറഞ്ഞത്. വിശ്വാസം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എനിക്ക് ദൈവത്തെ ഞാൻ വിശ്വസിക്കുമ്പോൾ, ഞാൻ ദൈവത്തോട് കണക്റ്റഡ് ആകുമ്പോൾ ബൈബിൾ പറഞ്ഞ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. നോക്കിയേ, വിശ്വാസം കൂടാതെ. അപ്പൊ ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കണമെങ്കിൽ ഫെയ്ത്ത് വേണം. അപ്പൊ ദൈവത്തെ വിശ്വസിക്കുകയാണെങ്കിൽ ശിഷ്യന്മാര് പഠിച്ച പണി 18 നോക്കി, കർത്താവേ യേശു വരെ പലവട്ടം വിളിച്ചു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് സംശയിക്കുന്നു എന്ന് യേശു ചോദിക്കുന്നുണ്ട്. കടലിൽ വെച്ച് അവര്, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു, നീ കാണുന്നില്ലെന്ന് വെച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്തിനു സംശയിക്കുന്നു? പിന്നെയും പറഞ്ഞുണ്ട്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ശിഷ്യന്മാര് തല പുകഞ്ഞ് നോക്കിയിട്ട് പോലും, യേശു കൂടെ ഉണ്ടായിട്ട് പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണക്റ്റ് ആകുന്നില്ല. പിന്നെയാണ് കർത്താവ് വിത്തിന്റെ ഉപമ പറയുന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, വചനമകത്ത് വരുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാകും. വചനം അകത്തോട്ട് വരുമ്പോൾ നിങ്ങളുടെ അകത്ത് തന്നെ വിശ്വാസം ഉണ്ടാവും. ആമേൻ. വചനം വരുന്ന ഒരു വ്യക്തിക്കകത്ത് തന്നെ, അതുകൊണ്ടാണ് ഏത് പ്രതികൂലത്തിന്റെ അകത്തിരിക്കുമ്പോഴും ഒന്നും കഴിഞ്ഞില്ലെങ്കിലും ആ ഓഡിയോ വീഡിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആ വചനം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളത് ഓണാക്കി വെക്കുക. ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ശക്തിയും വിശ്വാസവും നിങ്ങളിലേക്ക് പകരും. ആ വിശ്വാസം നിങ്ങളെ ദൈവത്തോട് ആകർഷിക്കും, ദൈവത്തോട് കണക്ട് ചെയ്യിപ്പിക്കും. അപ്പൊ ദൈവത്തോട് കണക്ട് ചെയ്യാനുള്ള ഗുണം ഞാൻ പറഞ്ഞു തരാം. ദൈവവുമായിട്ട് കണക്ഷൻ വന്നാൽ ചെങ്കടലിന് പിന്നെ നിങ്ങളുടെ മുമ്പിൽ മാറാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ വചനവാ, ദൈവം തന്ന വിശ്വാസവാ, പരിശുദ്ധാത്മാവിന്റെ ഉറപ്പാണ്, പരിശുദ്ധാത്മാവിന്റെ ബഹുനിശ്ചയമാണ്. ഇത്രയും കാര്യങ്ങൾ അകത്തോട്ടിരിക്കുമ്പോൾ എന്നാ വലിയ ചെങ്കടലാണെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പക്ഷെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട സൈന്യത്തിന്റെ അകത്ത് വാക്തത്വമില്ല. അവർക്ക് സൈന്യബലമുണ്ട്, അവർക്ക് മസിലുണ്ട്, അവർക്ക് വാളുണ്ട്, അവരുടെ പരിചയമുണ്ട്, അവർക്ക് ഫറവോനുണ്ട്, മന്ത്രവാദിയുണ്ട്. പക്ഷെ അവരുടെ മുമ്പിൽ കടല് മാറത്തില്ല. കാരണം കടലിനെ മാറ്റുവാനുള്ള വാക്തത്വം ഇവരുടെ അകത്ത് മാത്രമാണ്. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ബൈബിൾ പറഞ്ഞ വാക്ക് നോക്കിയേ, എബ്രായ ലേഖനം നോക്കിയേ, വിശ്വാസത്താൽ അവർ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് അവർ മുങ്ങിപ്പോയത്? ഞാൻ വീണ്ടും പറയുന്നു, വചനമകത്തുള്ളവൻ മുങ്ങിപ്പോകത്തില്ല കേട്ടോ. അയ്യോ ബ്രദറിന് എൻ്റെ പ്രശ്നം അറിയാഞ്ഞിട്ടാ ഞാൻ വലിയ ചെങ്കടലിൻ്റെ അകത്ത് നീക്കിയ. പ്രിയരെ പേടിക്കേണ്ട, അത് രണ്ടായി കീറും. നിങ്ങളുടെ അകത്തിരിക്കുന്ന വിശ്വാസത്തെ ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഇനി എന്താണ് വിശ്വാസം? എങ്ങനെയാണ് വിശ്വാസത്തെ ഉപയോഗിക്കുന്നത്? എങ്ങനെയായിരിക്കും വിശ്വാസത്തെ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് അകത്ത് വിശ്വാസം ഉണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞു, ബ്രദറെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഇതെനിക്ക് വിശ്വാസമുണ്ട്. ഇനി വിശ്വാസം എങ്ങനെ ഉപയോഗിക്കുന്നത് ഒന്ന് പറ. വിശ്വാസം എങ്ങനെയാ ഉപയോഗിക്കുന്നത്?
വചനം പറയാം. വിശ്വാസം വചനം വചനം പറഞ്ഞു വചനത്താൽ വിശ്വാസം ഒരു വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം വന്നത് കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലാണെങ്കിലും ആ വന്ന വിശ്വാസം പ്രവർത്തിക്കുന്നത് വചനം പറയുമ്പോഴാണ്. കേട്ടപ്പോൾ വിശ്വാസം വന്നെങ്കിൽ പറയുമ്പോൾ വിശ്വാസം പ്രവർത്തിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, കേട്ടപ്പോൾ വിശ്വാസം വന്നെങ്കിൽ പറയുമ്പോൾ വിശ്വാസം പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലാൽ കാണത്തില്ല. അതുപോലെ തന്നെ പിന്നെ ഒരുത്തനും കണ്ടില്ല മിസ്രൈമിന്റെ സൈന്യത്തെ, എല്ലാം ഞങ്ങളുടെ മുങ്ങിപ്പോയി. കണ്ടോ, പറഞ്ഞത് നടന്നു. ഇതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു. നിങ്ങൾ ആ വാക്യം കണ്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് ഉണ്ടാകും. ഇതാ കുഴപ്പം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് മുഴുവൻ കരച്ചിലുകളാണ്. എൻ്റെ കർത്താവേ, എൻ്റെ കാര്യം നടക്കണമേ, 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 നടക്കണമേ. ഇത്രയും കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കർത്താവേ അങ്ങ് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്? കർത്താവ് പറയും, ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, ദൈവത്തിന് ചില ഈ കടുംപിടുത്ത സ്വഭാവങ്ങളുണ്ട്. ചിലപ്പോൾ വാക്ക് ദൈവം മാറത്തില്ല, ചിലപ്പോൾ നല്ല മാറത്തില്ല ദൈവം വാക്ക്. ദൈവം പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് ഉണ്ടാകും. ഇത് മാറത്തില്ല ദൈവം. അപ്പൊ നിങ്ങൾ പോയി കരയുക, കർത്താവെ അങ്ങനെയല്ല കർത്താവെ, എൻ്റെ യേശുവേ എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം ശരിയാകണമേ, എൻ്റെ കുടുംബം റെഡിയാകണമേ. നടക്കത്തില്ല. കാരണം ദൈവം അല്ലെങ്കിൽ വാക്ക് മാറാത്തവനല്ലേ. അങ്ങനെ ദൈവം ചെയ്തു കഴിഞ്ഞാൽ ദൈവം വാക്ക് മാറുന്ന ദൈവമാകത്തില്ലേ? ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ. അപ്പം എന്നെ ചോദിപ്പിക്കുവാൻ എനിക്കൊരു ധൈര്യം ആര് തരും? വചനം എനിക്ക് തരും. ഇതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ വചനം നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങൾ ആൾക്കാർ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നു, ഒത്തിരി പേര് നിങ്ങൾ ആ സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരിക്കാം. രോഗസൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ആ സഹോദരി പറഞ്ഞു കേട്ട്, ബ്രസ്റ്റിൽ മുഴയുണ്ടായിരുന്നു 5 വർഷമായിട്ട്. ബ്രസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾ എത്ര പേര് ആ സാക്ഷ്യം, ഒന്നുകൂടെ ഞാൻ ആ സാക്ഷ്യം ഒന്ന് കേൾപ്പിക്കുകയാണ്. കാരണം എൻ്റെ ഉള്ളത്തിൽ ആ ഒരു തോന്നൽ വരും. കാരണം ഇന്നലെ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പം മുതൽ എൻ്റെ ഒത്തിരി സാക്ഷ്യം നമ്മൾ ദിനം പ്രതി കേൾക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ആ സാക്ഷ്യത്തിൻ്റെ അകത്തൊരു വാക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആ സാക്ഷ്യം ഒന്നുകൂടെ ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാനിപ്പോൾ ഒന്നുകൂടെ കേൾപ്പിക്കാം. ബ്രദറെ, എൻ്റെ പേര് മിനി എന്നാണ്. ഞാൻ പാലക്കാട് നിന്നാണ്. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ ബ്രസ്റ്റിൽ ഒരു 4 വർഷത്തോളമായിട്ട് ഒരു ലംബ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് അതിന് ഭയങ്കര വേദനയും ഇങ്ങനെ വിങ്ങലായിരിക്കും അത് തരും. അപ്പോഴത്തേക്കും എൻ്റെ ആൻറ്റിയാണ് സ്റ്റെല്ല ജെയിംസ്. ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ബ്രദർ പഠിപ്പിച്ചു തന്നതുപോലെ ഞാൻ എല്ലാ ദിവസവും പറയാൻ തുടങ്ങി, ഇങ്ങനെ യേശുവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ ബ്രസ്റ്റിലെ തടിപ്പും വേദനയും മാറിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഇപ്പോൾ കുറച്ചായിട്ട് ആ വേദന അവിടെ ഇല്ല. അപ്പോൾ ഞാനൊന്ന് തൊട്ട് നോക്കിയപ്പോഴത്തേക്കും ആ ലംബും അവിടെ കാണാനില്ല. ബ്രദറെ, ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുന്ന പലരും പഠിപ്പീരുണ്ട്, കരഞ്ഞു പ്രാർത്ഥിക്കണം, ചിരിച്ചു പ്രാർത്ഥിക്കണം, ചാടി പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കുക, ബൈബിൾ പറയുന്നത് നോക്കിക്കേ. ആ സഹോദരി പറഞ്ഞു, എനിക്ക് എൻ്റെ രോഗം മാറിയതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. യേശു പറഞ്ഞ പ്രാർത്ഥനയായിട്ട് ചേരുന്നത് കൊണ്ടോ? അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. കണ്ടോ, ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. അവിടെ ഒരു ചോദ്യം, ബ്രദറെ അങ്ങനെയാണെങ്കിൽ ഞാൻ 2 പ്രാവശ്യം പറഞ്ഞിട്ടും ബ്രദറെ സൗഖ്യം കാണാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പയ്യെ പ്രാർത്ഥനയുടെ ട്യൂണ് തന്നെ മാറ്റിയത്. ഏത് സമയത്താണോ വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു സ്പാർക്ക് ഉണ്ടാകും നമുക്കറിയത്തില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അതെപ്പോഴാണ് നമുക്കറിയത്തില്ല. ഏതോ ഒരു സമയത്ത് തൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അപ്പൊ നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വചനം നിങ്ങൾ ഏതോ ഒരു മേഖലയിൽ എത്തുമ്പോഴേക്കും ഈ വചനത്തിൻ്റെ അകത്തൊരു സ്പാർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ദൈവവചനം പറഞ്ഞുകൊണ്ടേയിരിക്കണം.
അപ്പം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം എന്ത് ചെയ്തു? യോശുവയും കാലേബും മോശയൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവർ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. കടലിന്റെ മുമ്പിൽ എത്തുമ്പോൾ അവർ പറഞ്ഞേക്കുന്നത്, എന്റെ ദൈവമേ, കടലിൽ ഞങ്ങൾ ചാകാൻ വേണ്ടി നിൽക്കുക എന്നല്ല പറഞ്ഞേക്കുന്നത്, ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഈ കര കടന്ന് വാഗ്ദത്തം കാണും. നോക്കി, ഇനി നിങ്ങൾ താഴേക്ക് വരുമ്പോൾ നോക്കിയാൽ മതി. എബ്രായർക്കെഴുതിയ ലേഖനം താഴേക്ക് നോക്കിയേ. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോമിന്റെ മതിൽ ഇടിഞ്ഞു വീണു. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹത്തിന്റെ വാ അടച്ചു. അപ്പൊ വിശ്വാസത്താൽ, ഇവിടെ വാക്കുകൊണ്ടോ, വാഗ്ദത്തം പ്രാപിച്ചു. വിശ്വാസത്താൽ. അപ്പൊ എവിടുന്ന് കിട്ടി വിശ്വാസം? എന്റെ കൂടെ പറഞ്ഞു, എവിടുന്ന് കിട്ടി വിശ്വാസം അവർക്ക്? വചനത്തിലൂടെ, വചനത്തിലൂടെയാണ് നമുക്ക് വിശ്വാസം കിട്ടുന്നതെങ്കിൽ അതേ വചനം എന്നെ വാഗ്ദത്തങ്ങളെ അനുഭവിക്കുവാൻ സഹായിക്കും. ഇവിടെ ഒരു സ്ഥലത്ത് പോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചപ്പോ കിട്ടിയെന്ന് എഴുതി വെച്ചിട്ടില്ല. ഇത്രയേ ഭാഗം കണ്ടോ? അവർ പ്രാർത്ഥിച്ചുകൊണ്ട് രാജ്യങ്ങൾ അടക്കിയെന്നോ, പ്രാർത്ഥിച്ചുകൊണ്ട് സിംഹത്തിന്റെ വായ അടച്ചുവെന്നോ, പ്രാർത്ഥിച്ചുകൊണ്ട് അവർ കടല് രണ്ടാക്കിയെന്നോ ഒന്നും ഒരു സ്ഥലത്ത് പോലും എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ എഴുതാത്തത്? പ്രാർത്ഥനയെ അവിടെ എഴുതാത്തതിന്റെ കാര്യം എന്തുവാ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന വ്യക്തിയുടെ ഉള്ളത്തിൽ നിന്ന് വെളിപ്പെടുന്നതാണ് പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ആ വിഷയത്തിന്റെ മേൽ ജയകരമായ വിശ്വാസത്തെ ഡിക്ലെയർ ചെയ്യുന്നു എന്നാണ് പ്രാർത്ഥന. ആമേൻ. മാറിപ്പോകരുതേ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന, വെളിപ്പെടുത്തുന്ന മാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാതെ യേശു പറഞ്ഞു ജൽപ്പനം ചെയ്യുന്നതല്ല, വെറുതെ വിളിച്ചു കൂകുന്നതല്ല പ്രാർത്ഥന. വിശ്വസിക്കുന്നവന്റെ ഉറപ്പാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ നിങ്ങൾ നോക്കിയേ, അവിടെ വിശ്വസിക്കുമ്പോൾ എന്ന് പറയുന്നില്ല. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. എന്തുകൊണ്ടാണ് അവിടെ യേശുക്രിസ്തു ഇങ്ങനെ പറയാം, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ എന്ന് പറയാഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. എന്തുകൊണ്ട്? തൊട്ടു മുകളിൽ ഉത്തരവുണ്ട്. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ സംഭവിക്കും. എന്നിട്ട് പറയാം, അതുകൊണ്ട്, വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. കണ്ടോ? അപ്പൊ തൊട്ടുമുടുത്ത കണക്ഷൻ കണ്ടോ? വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തി സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ചെങ്കടലല്ല, ഏത് പ്രതികൂലമല്ല, മാറും. അപ്പൊ ഇനി ശ്രദ്ധിച്ചോണം, ഈ വിശ്വസിക്കുക എന്ന് പറയുന്ന പരിപാടി ഇനി മാറ്റണം. വചനം പറയണം. വിശ്വാസത്തിന് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ വചനം പറയണം. അപ്പൊ മനസ്സ് ചിന്തിക്കും, ബ്രദറെ, ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയ്ക്കകത്ത് പലരും ചോദിക്കുന്നുണ്ട്, ഒത്തിരി ചോദിക്കുന്നുണ്ട്, ബ്രദറെ, ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വ്യത്യാസം കാണാൻ വേണ്ടി പറ്റുമോ? ഞാൻ വീണ്ടും പറയുന്നു, വിശ്വാസത്തിൻ്റെ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവപ്രവൃത്തിയിൽ, വിശ്വാസത്താലുള്ള ദൈവപ്രവൃത്തിയെ പുറത്തേക്ക് ഒഴുകണമെങ്കിൽ നിങ്ങൾ വചനം പറയണം. മോശ പറഞ്ഞില്ലേ, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലാ കാണത്തില്ല. അതുപോലെ തന്നെ അവരെല്ലാം ചെങ്കടലിൽ മുങ്ങിപ്പോയി. മോശ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്തു? പിന്നെ ആരും അവരെ കണ്ടില്ല. അവർ കടലിന് അടുത്തട്ടിലേക്ക് മുങ്ങിപ്പോയെങ്കിൽ വിശ്വാസമുള്ളവൻ പറയണം. പറഞ്ഞാൽ വല്ലതും സംഭവിക്കും. പറഞ്ഞു നോക്ക് നിങ്ങൾ. എപ്പോൾ സംഭവിക്കും? അവിടെയാണ് ക്വസ്റ്റ്യൻ, അല്ലേ? എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങളുടെ ധ്യാനത്തിങ്കൽ തീ കത്തുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നാൾ ഞാൻ പറഞ്ഞിരുന്നു, പ്രവചനവരം ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ്. പ്രവചനവരം എപ്പോൾ സംഭവിക്കും, എപ്പോൾ നടക്കും, എപ്പോൾ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില സഹോദരിമാർ, ഞാൻ ഇന്ന് വാട്സാപ്പിൽ നോക്കിയപ്പോൾ ഒരു സഹോദരി സാക്ഷി വിട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കാം. അത് ജസ്റ്റ് ആ സഹോദരി ഇട്ടേക്കുന്ന ഒരു സാക്ഷ്യം ഞാൻ കാണാനിടയായി തീർന്നു. അപ്പം ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയ ഒരു പേര് ആ സഹോദരി പറയുന്നുണ്ടായിരുന്നു. അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു, അവരുടെ കാര്യമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി ഇട്ട്. ഞാൻ ജസ്റ്റ് ആ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കട്ടെ. അത് ഒന്ന് കാണാൻ ജസ്റ്റ് നോക്കാനേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വിഷയങ്ങളെ കർത്താവ് എന്ത് ചെയ്തു? പ്രവചന ആത്മാവിലൂടെ കർത്താവ് അത് തുറക്കുകയാണ്, അത് വെളിപ്പെടുത്തുകയാണ്. അപ്പം ഈ കാര്യങ്ങളെ നമുക്ക് പലപ്പോഴും, ഞാൻ എല്ലാ കാര്യവും പറയുന്നില്ല, ചില കാര്യങ്ങൾ ദൈവത്താൽ മറയപ്പെടുന്നതുകൊണ്ട്, ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നതുകൊണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും കർത്താവ്, ഓക്കെ, എനിക്കത് കാണാൻ പറ്റുന്നില്ല സഹോദരൻ, ഈ പ്രാർത്ഥന റിക്വസ്റ്റും എല്ലാം വരുന്നുണ്ട്. അപ്പം അവർ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, അവരുടെ
വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടപെട്ടത്. ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിൽ, എനിക്കൊന്ന് സൂമിൽ പ്രാർത്ഥനയ്ക്ക് ചേരുന്ന ആളല്ല, ആദ്യമായിട്ട് എന്തോ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം ആ സഹോദരി അത് കണ്ടതാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു ആ സഹോദരിയുടെ ജീവിതത്തിൽ കർത്താവിന് എങ്ങനെ, അല്ലെങ്കിൽ നമുക്കെങ്ങനെ മനസ്സിലായി ഈ കാര്യങ്ങൾ ഇരിപ്പുണ്ടായിരുന്നുവെന്ന്, ആ വ്യക്തിയുടെ പേരും കാര്യങ്ങളും ഒക്കെ എങ്ങനെ വെളിപ്പെടുത്തു, അവർ വിഷയങ്ങൾ എങ്ങനെ വെളിപ്പെട്ടു. ഇതാണ് നമ്മുടെ ഭാവിയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. ആമേൻ. അപ്പോൾ നിങ്ങൾ ഒരു വാക്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ആ വചനം നിങ്ങൾ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ വചനം നിങ്ങളുടെ അകത്ത് ശക്തിയായും വിശ്വാസമായും പരിശുദ്ധാത്മാവിൻ്റെ ഉറപ്പായും അതിലൂടെ നിങ്ങളെ എന്ത് ചെയ്യും? ദൈവപ്രവൃത്തിയിലേക്ക് നടത്തും. എന്തുകൊണ്ടാണ് ചെങ്കടൽ മാറാത്തത്? എന്തുകൊണ്ടാണ് വിഷയം മാറാത്തതെന്നറിയോ? എന്തുകൊണ്ടാണ് വിഷയം മാറാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നമല്ല, ആരുടെയും കുഴപ്പമല്ല, നിങ്ങൾ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ചെങ്കടലിൽ തീരുമാനിച്ചിരിക്കുക, ഞാൻ ഇന്ന് ഇവരുടെ മുമ്പിൽ മാറാൻ റെഡിയാ. പക്ഷെ അവരവിടെ ഇരുന്നുകൊണ്ട് പറയുവാണ്, ഫറവോൻ ഞങ്ങളെ ഇപ്പൊ കൊല്ലും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അതിന് നടുവിൽ മോശ പറഞ്ഞു, ഇന്ന് കണ്ടതിനെ മേലെ കാണത്തില്ല, ദൈവം നമ്മളെ അക്കരെ കടത്തും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ പറഞ്ഞു, ഉണങ്ങിയ നിലത്തിലൂടെ അവർ സഞ്ചരിച്ചു. ഇത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് നടന്നില്ല. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, ആർക്കും ഇല്ലാത്തൊരു വിഷയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ആരുടെ മുമ്പിലും മാറാത്ത വിഷയം നിങ്ങളുടെ മുമ്പിൽ മാറിയിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നതിനെ പ്രാർത്ഥനയിലൂടെ തുറക്കണം, വിളിച്ചു പറയണം. കർത്താവിൻ്റെ നാമത്തിൽ എന്താണോ വചനം, എനിക്ക് തോന്നുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടൊരു കാര്യമാണ്. ഇപ്പം ഞാനത് ഒരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പ്രാർത്ഥിക്കാം. ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ, എന്നോട് അല്ലെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പോയിട്ട് പറയാം, കർത്താവെ ഞാൻ വലിയ പ്രതികൂലത്തിൻ്റെ അകത്താണ്, എന്നെ കർത്താവ് എന്നെ ഈ വിഷയത്തിൻ്റെ അകത്തൊന്ന് രക്ഷിക്കണം, എനിക്ക് ഇതിനകത്ത് വലിയ സ്ട്രഗിൾ ഞാൻ അനുഭവിക്കുക. ഇത് കുറച്ചും കൂടെ നമുക്ക് ദൈവത്തോട് ഇത് പറയുമ്പോൾ ഇമോഷണലി നമുക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മളൊരു ഭാരത്തിലിരിക്കുന്നു, ദൈവം എൻ്റെ വിഷമം കേൾക്കുന്നു, നമുക്കൊരു ഒരു പ്രത്യേക രീതിയിൽ ഒരു സ്വാന്തനമൊക്കെ ഉണ്ടാവും, ഒരു കെയറിങ് നമുക്ക് തന്നെ തോന്നും. പക്ഷെ ഇതേ സ്ഥാനം തിരിച്ചു പോയിട്ട് പറയുകയാണ്, കർത്താവ് ഇപ്പോൾ ഒരു വചനം പറയും, ഞാനിപ്പോൾ വലിയൊരു അവസ്ഥയിലായിരിക്കുന്ന ഒരു യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം എനിക്ക് വന്നിരിക്കുന്നു. ആ സഹോദരിയുടെ സാക്ഷ്യം കേട്ടായിരുന്നു, യേശുവിൻ്റെ ഇപ്പം ഇത് നോക്കുമ്പോൾ നമുക്ക് ഒരു തൃപ്തി വരുന്നില്ല. കാരണം നമുക്ക് കുറച്ചും കൂടെ ഇമോഷണലി നമുക്ക് കണക്റ്റ് ആകുന്നത്, ഞാൻ കർത്താവ് എന്നെ ഞാൻ വലിയ രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്, കടഭാരത്തിലൂടെ കടന്നു പോവുകയാണ്, കർത്താവ് എന്നോട് കരുണ തോന്നണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇമോഷണലി കണക്റ്റഡാണ്. ഇവിടെ ഇമോഷൻ അല്ല വേണ്ടത്. ഇവിടെ വേണ്ടത് നിങ്ങളുടെ അകത്തോട്ട് കയറിയ വചനത്തിന് പുറത്തോട്ടിറങ്ങണം. നോക്കിയേ, നിങ്ങളുടെ ചെവിയിലൂടെ കയറിയ വചനത്തിന് പുറത്തോട്ടിറങ്ങിയെങ്കിൽ മാത്രമേ ചെങ്കടലിനെ കീറാൻ പറ്റത്തുള്ളൂ. ഇത് പുറത്തോട്ടിറങ്ങണമെങ്കിൽ നിങ്ങളുടെ നാവിലൂടെ പുറത്തേക്ക് ഒഴുകണം. അപ്പൊ ആ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കരഞ്ഞുകൊണ്ട് പറയുവാണെങ്കിൽ ഒന്നും നടക്കത്തില്ല. ആ വചനം പുറത്തോട്ടിറങ്ങണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് ഇത് നടന്നതിന് നന്ദി പറയണം. എൻ്റെ ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായതിന് നന്ദി, അത്ഭുതമായതിന് നന്ദി. ആ വചനത്തെ പുറത്തേക്ക് എടുക്കുമ്പോൾ ആ വചനം കേറിയത് വാക്കുകളായിട്ടാണെങ്കിൽ പുറത്തോട്ടിറങ്ങുന്നത് വിശ്വാസത്തിന്റെ ശക്തിയായിട്ടാണ്. കേട്ടെ, കേറിയത് മലയാളത്തിലാണെങ്കിൽ ഇറങ്ങുന്നത് ശക്തിയായിട്ടാണ്. എൻ്റെ കൂടെ പറഞ്ഞ്, കേറിയത് മലയാളത്തിലാണെങ്കിൽ ഇറങ്ങുന്നത് ദൈവത്തിന്റെ ശക്തിയുമായിട്ടാന്ന് പറ. കേറിയത് മലയാളത്തിലാണെങ്കിൽ ഒന്ന് പറഞ്ഞ് ഞാൻ തീർക്കാം. നോക്കിയേ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തോട് മോശ പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശം. ഇത് എബ്രായർ ഭാഷയിലാണ് അവരുടെ ചെവിയിലോട്ട് കേറിയത്. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. പക്ഷേ ആ കടലിന്റെ മുമ്പിലും ആ മരുഭൂമിയിലും അവർക്ക് വെളിപ്പെട്ടത്, ശക്തിയായി വെളിപ്പെട്ടത് അവർ കേട്ട വാഗ്ദത്തമാണ്. യോശുവ വിളിച്ചു പറഞ്ഞില്ലേ, യഹോവ നമുക്ക് ആ ദേശത്തെ തരും, നമ്മൾ ചെന്നതിനെ അവകാശമാക്കും. കണ്ടോ, ഉടനെ ശക്തി വ്യാപരിക്കുകയാണ്, ശത്രുവിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിയെന്ന് താഴേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താൽ വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റി. താഴേക്ക് വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, വിശ്വാസത്താൽ സിംഹത്തിന്റെ വായ അടച്ചു. പൂച്ചയുടെ വായല്ല,
കോഴിയുടെ വായല്ല, സിംഹത്തിന്റെ വായ അവരടച്ചു. ആമേൻ. അപ്പൊ വിശ്വസിക്കുന്നവന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെ പുറത്തേക്ക് എടുക്കുവാനുള്ള ഏക മാർഗം നിങ്ങൾ ആ വാക്യത്തെ ഒന്ന് തുറന്നാൽ മതി. രോഗിയെ കാണുമ്പോൾ ചാടി കൈവെക്കുക, എന്നിട്ട് പറയണം, ഓ എൻ്റെ അകത്തിരിക്കുന്ന വചനത്തെ ഒന്ന് തുറന്നു വിടാൻ വേണ്ടി പോവാ, യേശുവിന്റെ അടിപ്പണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നത്. പറ, നീ സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. പുറത്തേക്കൊന്ന് ഒഴുക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്ഥിരമായിട്ട് വചനം കേൾക്കുന്നവരുടെ ഗുണം ഒന്ന് പറഞ്ഞു തരാം. സ്ഥിരമായിട്ട് വചനം കേൾക്കുന്ന വ്യക്തിക്കകത്തൊരു ശീലം ഉണ്ടായി വരും. ഇപ്പം നിങ്ങൾ പറയാം, ബ്രദറെ സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, വലിയ കാര്യത്തിൽ ഞാൻ സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ കേൾക്കാറുണ്ട്. ആർക്ക് സമയം കിട്ടുമ്പോൾ? ദൈവത്തിന് സമയം കിട്ടുമ്പോഴോ? അത് ബ്രദറിന് സമയം കിട്ടുമ്പോഴോ? ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. അപ്പം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾ രാവിലെ മുതൽ 24 മണിക്കൂറും ഒരു നിമിഷം പോലും ഇല്ലാതെ തിരക്കിൻ്റെ അകത്തിരിക്കുന്ന ഒരാളെ പോലെയാണ് സംസാരിക്കുന്നത്. അരമണിക്കൂർ വചനം കേൾക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം എന്തിനാ ഉള്ള? ആലോചിക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് അരമണിക്കൂർ ബസ് യാത്രയില്ല കേൾക്കണം. ആ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ കയറാൻ വേണ്ടി പോകും, അല്ലേ? വാട്സാപ്പിൽ മെസ്സേജ് നോക്കാൻ വേണ്ടി പോകും. ലഞ്ച് ബ്രേക്ക് ഉണ്ടെങ്കിൽ അരമണിക്കൂറില്ലേ വചനം കേൾക്ക്. കിടക്കുന്നതിന് മുമ്പ്, വീട്ടിൽ കഞ്ഞിയും കറിയും വെക്കുന്നതിന് മുമ്പ് കേൾക്കാൻ മേലെ. അപ്പൊ ഞാൻ വല്ലപ്പോഴും കേൾക്കും. ബാക്കിയുള്ള സമയം എന്തുവാ? ഭയങ്കര ബിസിയാ. അപ്പൊ ഡെയിലി വചനം കേൾക്കുന്ന വ്യക്തിക്കകത്ത് ഒരു ശീലം ഉണ്ടായി മാറും. നിങ്ങളിപ്പം എല്ലാ ദിവസവും 5 മണിക്ക് എണീക്കുവാന്ന് വിചാരിച്ചു. 5 മണിക്ക് എണീക്കാൻ വേണ്ടി നിങ്ങൾ ഒരു മാസം അലാം വെച്ച് എണീറ്റു. അലാം വെച്ചു, 5 മണിക്ക് എണീറ്റു. ആ ഒരു മാസം 30 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 5 മണിക്ക് എണീറ്റ് 31-ാം ദിവസം നിങ്ങൾ അലാം വെച്ചില്ല, മറന്നുപോയി. പക്ഷെ പേടിക്കണ്ട, കറക്റ്റ് 5 ആകുമ്പോൾ നിങ്ങൾ എണീറ്റ് വരും. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിങ്ങളിൽ ഒരു ശീലം ഉണ്ടായി വന്നു. വചനം ദിവസവും കേൾക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഈ വ്യക്തിക്കകത്ത് തന്നെ വിശ്വാസം ഉണ്ടാവും, തന്നെ പറയാൻ തുടങ്ങും. നമ്മുടെ നാട്ടിലേക്ക് ഈ തത്തമ്മേനെ കണ്ടിട്ടില്ല? തത്തമ്മയെ പൂച്ച പൂച്ച എന്നുള്ളത് നിങ്ങളാണ് ആദ്യം പറയുന്നത്, പിന്നെ തത്ത തന്നെ പറഞ്ഞോളും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളാ, പിന്നെ അത് തന്നെ തിരിച്ചു പറയാൻ തുടങ്ങും. ഇതേപോലെ നിങ്ങൾ വചനം കേൾക്കാൻ സമയം കൊടുത്താൽ, പറയാൻ സമയം കൊടുത്താൽ, ദിവസവും അത് ചെയ്യുവാൻ സമയം കൊടുത്താൽ, നിങ്ങളുടെ അകത്ത് അത് വിശ്വാസത്തിന്റെ ശക്തിയായും നിങ്ങളുടെ വിഷയങ്ങൾ ഓരോന്നായി മാറും. ഓ ബ്രദറെ, ഞാൻ എല്ലാ ദിവസവും ബ്രദറിന്റെ വചനം കേൾക്കുന്നുണ്ട് ബ്രദറെ, എല്ലാ ദിവസവും ഞാനിത് പറയുന്നുണ്ട് ബ്രദറെ. എങ്ങനെയാണ് പറയുന്നത്? ഉറപ്പോടെയാണോ പറയുന്നത്? എങ്ങനെയാ ഉറപ്പോടെ ഈ പറയുന്നത് അറിയാൻ പറ്റുന്നത്? ഇതിനെതിരെ സംസാരിക്കത്തില്ല. നിങ്ങൾ യോശുവയുടെയും കാലേബിനെ ഇന്റർവ്യൂ ചെയ്താൽ പറയാൻ പറ്റും, യോശുവേ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ആ പിറുപിറുപ്പുകാരുടെ കൂടെ പോയിരുന്നുകൊണ്ട് പറഞ്ഞോ യഹോവ തരത്തിൽ ഇല്ല? കാരണം അവർക്കകത്തൊരു വാശി ഉണ്ടായിരുന്നു, എനിക്ക് ഈ മിസ്രൈമിലെ ഫറവോന്റെ ചാട്ടവാറിൻ്റെ അകത്തുനിന്നും പാലും തേനും ഒഴുകുന്ന അനുഗ്രഹം വേണം. വാശിയുള്ളവനെ ദൈവം അവിടെ എത്തിക്കും. മറ്റവർക്ക് എന്താണ്? ഇറച്ചിക്കലം നോക്കി നടക്കുക. ഫറവോന്റെ ഇറച്ചിക്കലത്തെ തപ്പി നടന്നപ്പോൾ ചിലരെന്ത് ചെയ്തു? ഇല്ല, എനിക്കൊരു വാശിയുണ്ട്, പറയണം, അനുഗ്രഹം അനുഭവിക്കുവാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. സൗഖ്യം ആകാൻ വേണ്ടിയാ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത്. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയ ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്നത്. എൻ്റെ തലമുറ സാക്ഷിയാകാൻ വേണ്ടിയാണ് കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തത്. ഇത് നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കണം. കരയാൻ എല്ലാവർക്കും പറ്റുമെന്നേ, കരയാൻ എല്ലാവർക്കും പറ്റും. ബലപ്പെടുക എന്നുള്ളത് വിശ്വാസി സമയം കണ്ടെത്തണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ദിവസവും വചനം, ഈ വചനം അകത്തോട്ട് കയറി പുറത്തോട്ട് എന്ത് ചെയ്യണം? പുറത്തോട്ട് ശക്തിയായിട്ടാണ് വരുന്നത്. കയറുന്നത് വചനമായിട്ടാണെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ ആയിരിക്കും. ഇറങ്ങുന്നത് ശക്തിയായിട്ടാണ്, ഇറങ്ങുന്നത് ശക്തിയോടെയാണ്. അപ്പൊ ഇറക്കണമെങ്കിൽ നിങ്ങളുടെ സഹായം വേണം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ അനുഭവിക്കട്ടെ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ സ്വന്തം ശരീരത്തിൽ കൈവച്ചിട്ട് പറ, എൻ്റെ രോഗം സൗഖ്യമായതിന് നന്ദി. പറഞ്ഞ് പുതിയ അവയവം. ആ കണ്ണാടിയൊക്കെ വെച്ചോട്ടിക്കുന്നവർ കണ്ണെടുത്ത് മണ്ടേ, കണ്ണാടിയുടെ സഹായമില്ലാതെ ഞാൻ കണ്ട് വായിക്കാൻ വേണ്ടി പോവാം. കണ്ണാടിയുടെ സഹായമില്ലാതെ ഞാൻ കാഴ്ച പ്രാപിക്കും. ഇനി കാഴ്ചയില്ലാത്തവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ കൈവച്ചിട്ട് പറഞ്ഞ്, കർത്താവെ, പുതിയ കണ്ണുകൾ എനിക്ക് തന്നതിന് നന്ദി. എൻ്റെ എവിടെയാണോ കുഴപ്പം അതെനിക്ക് അറിയണ്ട. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ കുഴപ്പത്തെ യേശു ക്രൂശിൽ മാറ്റി.
നടക്കാൻ കഴിയാത്തവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ആ 2 കാലിലോട്ടും കൈയെടുത്ത് വെച്ച്, ഇനി കൈ അനക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഹൃദയത്തിൽ അല്ലെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, യേശു കർത്താവ് എൻ്റെ ഈ രോഗ അവസ്ഥ അനുഭവിച്ചതാ. ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു രോഗം ശീലിച്ചവനായി. എന്താ രോഗം ശീലിക്കുക എന്ന് പറഞ്ഞാൽ രോഗം അനുഭവിക്കുന്ന വ്യക്തിയെ പോലെ വീണും കർത്താവ് എന്ത് ചെയ്തു? രോഗത്താൽ ഭാരപ്പെട്ടു. ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോഴും തളർന്നു പോയ ശരീരത്തിന്റെ മേൽ ഈ കർത്താവ് നടക്കുന്ന നടപ്പ് സാധാരണ മനുഷ്യനെ പോലെയല്ല, രോഗം അനുഭവിച്ച വ്യക്തിയെ പോലെ. തമ്പുരാനെ നന്ദി കർത്താവ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന, കൽപ്പിക്കുന്ന, രോഗത്തെ പുറത്താക്കുന്നു. രോഗത്തിന്റെ ദുരാത്മാക്കളെ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ പുറത്താക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ, പെടലിക്കകത്ത് പലപ്പോഴും വേദനയാൽ നാളുകളായിട്ട് ഭാരപ്പെടുന്ന വ്യക്തികളുടെ മേൽ സൗഖ്യം. കൈയെടുത്ത് വെച്ചവിടെ ഇപ്പോൾ യേശുവിന്റെ അടിപ്പിണരുകളാൽ അത്ഭുത സൗഖ്യത്തെ തുറക്കുകയാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ ആത്മാവിനെ പുറത്താക്കുന്നു, രോഗശക്തികളെ പുറത്താക്കുന്നു. രോഗത്തിന് ഞങ്ങളുടെ മേൽ അനുവാദമില്ല. യേശു ക്രിസ്തുവിന്റെ മുറിവ് ഞങ്ങളുടെ സൗഖ്യമാണ്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം എൻ്റെ അവകാശമാണ്. അത്ഭുതം എൻ്റെ അവകാശമാണ്. അത്ഭുതം എൻ്റെ അവകാശമാണ്. നന്മ എൻ്റെ അവകാശമാണ്. ഉയർച്ച എൻ്റെ അവകാശമാണ്. സമൃദ്ധി എൻ്റെ അവകാശമാണ്. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക നന്മ എൻ്റെ അവകാശമാണ്. യേശുവിന്റെ തലമുറകളുടെ അനുഗ്രഹം എൻ്റെ അവകാശമാണ്. അവരുടെ സൗഖ്യം എൻ്റെ അവകാശമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവ് നമ്മളെ ഇപ്പൊ സഹായിക്കുക. വചനം ഉറക്കപ്പറ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് സംഭവിക്കത്തില്ല. ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഒന്നും എനിക്കൊരു ദോഷവും വരുത്തത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നില്ല. അപ്പോൾ നന്ദി പിതാവേ, നന്ദി കർത്താവേ. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവർ അതിരുകൾ വിസ്താരമാകട്ടെ. പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങട്ടെ. പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുന്നു. ഇപ്പോൾ കൈയെടുത്തു വെച്ച് ആ കാലുകളുടെ മേൽ സൗഖ്യം വ്യാപരിക്കുക. യേശുവിനെ രോഗത്തെ ഞങ്ങൾ പുറത്താക്കുന്നു. രോഗത്തിന്റെ ദുരാത്മാക്കളെയും രോഗശക്തികളെയും പുറത്താക്കുന്നു. ഇപ്പോൾ ആരോഗ്യം വെളിപ്പെടുക. ഈ നിമിഷം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. വേദനകളോട് നിന്ന് വിട്ടുമാറുക. അത്ഭുത സൗഖ്യം, സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അത്ഭുത സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നപ്പ മുഴകൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. അത്ഭുത സൗഖ്യം സംഭവിക്കുക. ക്യാൻസറുകൾ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുമാറുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ സാമ്പത്തിക വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. അപ്പ നന്ദി പിതാവേ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പൂജ എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറഞ്ഞു. പൂജ എന്ന് പേരുള്ള ഒരു വ്യക്തിയുടെ ഭവനത്തെ ഇന്ന് ആ കുടുംബത്തിന് മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ സംഭവിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. പൂജയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം ഇന്ന് സ്വീകരിച്ചാട്ടെ. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സാക്ഷ്യം ഇന്നവിടെ സംഭവിക്കുന്നതിന് നന്ദി പറയുന്നപ്പ. ഇപ്പോൾ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നപ്പ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ മകളുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. അത്ഭുത സാക്ഷ്യമായി സ്വർഗം തുറക്കാൻ വേണ്ടി പോകുന്നു. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ വിടുതൽ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. യേശുവേ നന്ദി. പറഞ്ഞു. ബ്രദറെ, എന്റെ പെങ്ങളുടെ മോളാണ് പൂജ. ആ കുടുംബത്തിന് വേണ്ടി നേറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. അപ്പ ഞാനൊരു വീടിന്റെ മുൻവശത്തെ കർത്താവിനെ കാണിക്കും. നമ്മുടെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ എനിക്ക് അറിയത്തില്ല, ഈ പല നാട്ടിലും ഞാനിങ്ങനെ പറയാൻ കാരണം പല നാട്ടിലും പല പേരുകളാണ്. ഈ ചേമ്പിന്റെ ഇലയുണ്ടല്ലോ, ചേമ്പെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വലിയ ഇലയുള്ള ആ ചേമ്പല, അതിങ്ങനെ അതുപോലത്തെ ഒരു വലിയ വലിപ്പമുള്ള ഇല വീടിന്റെ മുൻവശത്ത്, അതായത് വീട് തുറന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട ഇടതുവശം എന്ന് വേണേ പറയാം, അങ്ങനെ നിൽക്കുന്ന, അങ്ങനെ കറക്റ്റ് എക്സാക്ട്ലി അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, വീടിന്റെ മുൻവശത്ത് നിൽക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നോടൊരു വാക്ക് പറയുന്നു. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ദൈവം ഒരു സാക്ഷിയായിട്ട് ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ വ്യക്തി
വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിനാൽ ഒരു സാക്ഷ്യമായി കർത്താവ് ആ കുടുംബത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു. ബ്രദറെ, എന്റെ ഭവനത്തിലാ ബ്രദറെ ആ ചേമ്പ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. എന്റെ വീട്ടിലാണ്, ഒത്തിരി നട്ടിട്ടുണ്ട് വലിയ ചേമ്പ്. ആ വ്യക്തിയുമായിട്ട് തന്നെ എന്റെ വീട്ടിൽ ഞങ്ങളുടെ ഭവനത്തിന്റെ മുമ്പിലും വാതിൽ തുറന്നാൽ കാണുന്ന ഇതാണ്. ഈ ആന്റണിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാ ഇതിനകത്ത്? എന്റെ ആന്റണി. ഹസ്ബൻഡാണ് ആന്റണി. എന്റെ ഹസ്ബൻഡാണ് ആന്റണി. ഞങ്ങളുടെ വാതിൽ തുറന്നാല് കാണുന്ന വലിയ ചേമ്പിന്റെ ഇലകളാണ്. ഈ ആന്റണി എന്ന് പറഞ്ഞ ഹസ്ബൻഡാണ് സിസ്റ്ററുടെ. എന്റെ ഹസ്ബൻഡാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. ഇന്ന് വലിയൊരു സാക്ഷ്യം കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. തടസ്സമായി നിന്നൊരു വിഷയത്തെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. യേശുവെ നന്ദി കർത്താവെ. ആ പ്രതികൂലം ആ കുടുംബം വിട്ട് മാറട്ടെ. അവർക്ക് നിങ്ങൾ കർത്താവ് ഒരു വാക്ക് പറയാം, സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് തുറക്കാൻ വേണ്ടി പോകുന്നു. യേശുവെ നന്ദി കർത്താവെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നല്ലോ, കർത്താവിന്റെ കൃപ നിറയുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും വിശ്വസിച്ച് ഇന്ന് പരിശുദ്ധാത്മ ഇന്ന് ഈ സമയത്ത് കർത്താവുണ്ട് പറയും, എന്റെ ശരീരത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കൈയുടെ ഈ നമ്മുടെ ബാക്ക് വശം ഉണ്ടല്ലോ, ഈ മസിൽസ് ഉള്ള ഭാഗം, അതിന്റെ ബാക്ക് വശത്ത് ഭയങ്കരമാകുന്ന ചില വേദന അനുഭവപ്പെടുന്ന വ്യക്തികളെ ഈ നിമിഷം ഇപ്പോൾ സൗഖ്യമാണ്. വേദന ഉണ്ടെന്ന് പറയാനല്ല, ആ വേദന ഇപ്പൊ വിട്ടുമാറുക യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ സൗഖ്യമാ. താങ്ക് യു ഹോളീസ്. ഒന്ന് പിടിച്ചൊക്കെ നോക്കിക്കുക. ഇപ്പൊ പറയുമ്പോൾ തന്നെ രോഗസൗഖ്യം നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുക. യേശുവെ നന്ദി കർത്താവ്. ഇൻസ്റ്റന്റിൽ സൗഖ്യം അനുഭവിക്കുന്നവരിപ്പം യൂട്യൂബിലാണോ സൂമിൽ എനിക്ക് അറിയത്തില്ല, ചാടി നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരമുണ്ട്. അത്ഭുത സൗഖ്യം നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നന്ദി കർത്താവ്. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ഇന്ന് ഞങ്ങൾ തുറക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ചന്ദനം എന്ന് പറയുന്ന ഒരു എഴുത്ത് ഒരു ഭവനത്തിൽ ഞാൻ കർത്താവിനെ കാണും. ചന്ദനം എന്ന ഒരു വാക്ക് ഒരു ഭവനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുക. ചന്ദനം എന്ന് പറയുന്ന ഒരു എഴുത്ത് ഒരു ഭവനത്തിൽ ഞാൻ കർത്താവ് ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു പറയുന്നു. ആ എഴുത്തിങ്ങനെ ഇരിക്കുന്ന ഒരു ഭവനം ഇപ്പോൾ കർത്താവ് പറയുന്നു, ആ കുടുംബത്തിന്റെ മേൽ ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു സർപ്പം ഉയർന്നു നിൽക്കുന്ന ഒരു കാഴ്ച. ഇന്ന് അതിനെ ദൂതന്മാരതിനെ വെട്ടി നീക്കി ആ കുടുംബത്തിന്റെ മേൽ ദൈവത്താലുള്ള ഒരു സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഈ അടയാളമുള്ളത്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആത്മാവിൽ അതിനെ സ്വീകരിച്ചാട്ടെ. സകലവിധമാകുന്ന പിശാചിന്റെ പ്രവൃത്തികളും ആ കുടുംബം വിട്ട് മാറിപ്പോകുന്നെന്ന് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, ദൈവത്താൽ ഒരു സാക്ഷ്യം ആ കുടുംബത്തിന്റെ മേൽ തുറക്കുന്നല്ലോ. അത്ഭുതകരമായ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവി അങ്ങ് ചെയ്യുന്നല്ലോ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ആലോചന സൂമിൽ ഇടപെടുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യൂട്യൂബിലോ മറ്റോ ആയിരിക്കും, നിങ്ങൾ ഏറ്റെടുത്താൽ മതി. കർത്താവ് അത് വലിയ പ്രവൃത്തിയെ കുടുംബത്തിന്റെ മേൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ഒരു മോതിരത്തെ സിനി എന്ന് പേരെഴുതി, പക്ഷെ ആ മോതിരം ഇപ്പൊ ഇല്ല, മോതിരം പണയം വെച്ചിരിക്കുകയാണ്. സിനി എന്നൊരു പേരെഴുതിയ ഒരു മോതിരം കാണിക്കുന്നു. ആ മോതിരം ഇപ്പൊ അവിടെ വീട്ടിൽ വെച്ചിട്ടില്ല, അത് പണയം വെച്ചിരിക്കുകയാണ്. ആ വ്യക്തിയെ കുടുംബത്തിന്റെ മേൽ കർത്താവോട് പറയും, സാമ്പത്തികമായിട്ട് വലിയ കുരുക്കിന്റെ അകത്ത് കിടക്കുന്ന ഒരു ഭവനമാണ്. കർത്താവ് ഇന്ന് കുരുക്കിനെ കർത്താവ് ഇന്ന് അഴിക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് യേശുവിന്റെ നാമത്തിൽ ആരാ ഉണ്ടെന്ന് അത് ചെയ്യണം അവിടെ കേട്ടോ. സിസ്റ്റർ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഞാൻ നാളെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഈ ആലോചന ഇടപെടുന്നവരും, അതുകൊണ്ട് ഞാൻ ഈ മ്യൂട്ട് മാറ്റുന്നത്, ഇടപെടുന്നവർ മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതി. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, അതിന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ തുറക്കുന്നല്ലോ അപ്പ. നന്മയാക്കി തീരട്ടെ അപ്പ. യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് നന്ദി. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനൊരു വാക്ക് പറയുകയാണ്, ശിവകുമാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പേര് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ശിവകുമാർ. ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കാലയിൽ ഒരു കയറ് കെട്ടി, ആ കയറിന്റെ
അറ്റം ഒരു കാഴ്ച ഞാൻ കാണുവാണ്, ഒരു ദർശനം കാണുവാണ്. ആ കാലിൽ ഒരു കയറ് കെട്ടിയിട്ട് ആ കാലൊരു മരത്തോട് ചേർത്ത് ആ വ്യക്തിയെ നിയന്ത്രിച്ച് വിരോധമാക്കി നിർത്തുന്ന ഒരു വിഷയത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു എന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ദൈവത്താൽ വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. സകല ബന്ധന കാരണ വിഷയങ്ങളും ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുന്നു. ഇന്ന് കേട്ട വചനത്തിന്റെ ശക്തിയാൽ അത്ഭുതകരമായ വിഷയം കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. അത്ഭുതകരമായ പ്രവൃത്തികൾ ഇപ്പോൾ തന്നെ ആ വ്യക്തിയുടെ മേൽ സംഭവിക്കട്ടെ. ആ വ്യക്തി മുഖാന്തരം ഉണ്ടായ സകല വിഷയങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സാക്ഷ്യമായി തന്നെ ആ കുടുംബത്തിൻ്റെ മേൽ തീരാൻ വേണ്ടി പോകുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. പ്രതികൂലങ്ങൾ മാറാൻ വേണ്ടി പോകുന്നു. അത്ഭുത സാക്ഷ്യത്തെ കർത്താവ് ഇന്ന് അവിടെ തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി പിതാവേ, അങ്ങ് ചെയ്യുന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ, അങ്ങ് പ്രവർത്തിക്കുന്ന വലിയ കൃപകൾക്ക് നന്ദി പറയുന്നപ്പ, സകല വിഷയത്തിൻ്റെ മേൽ യേശുവേ അങ്ങ് പ്രവർത്തിക്കുന്ന നന്ദി പറയുന്നപ്പ, സാക്ഷ്യമാക്കി സ്വർഗം മാറ്റുന്നല്ലോ, അത്ഭുതമാക്കി ദൈവം മാറ്റുന്നല്ലോ അപ്പ. നന്ദി കർത്താവേ. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു പെൺകുട്ടിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി പറഞ്ഞു. ശിവകുമാർ എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിന്റെ രശ്മിയുടെ ആങ്ങളെയാണ്. അവിടെ ഭയങ്കര പ്രതികൂലാണ്. ആ കുട്ടി മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രെയറിൽ, അതായത് സ്നാനപ്പെട്ട് വിശ്വാസത്തിൽ നിൽക്കുന്നത്. ബാക്കി ഹിന്ദു ഫാമിലിയാണ്. ആർക്ക് വേണ്ടിയാന്ന് പറഞ്ഞത്? രശ്മിയുടെ ബ്രദറാണ്. രശ്മി എന്നല്ലേ? രശ്മിയുടെ ബ്രദർ അല്ലേ? ഇന്ന് ആ സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ വ്യക്തിയെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ആ വ്യക്തിയുടെ ഒരു ദർശനം പോലെ കണ്ടതാണ്. കാലിനെ കെട്ടിയിട്ടിട്ട് ഇന്ന് സ്റ്റെല്ലാസ്റ്റർ ആ കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വരാൻ വേണ്ടി പോവാണ്. വലിയൊരു സാക്ഷ്യമായിട്ട് അവിടെ പറയണം, വലിയൊരു സാക്ഷ്യമായിട്ട് ആ മകന്റെ മാറ്റം കാണാൻ വേണ്ടി പോവാണ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു റിലീസ് ചെയ്യുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എൻ്റെ ഉള്ളത്തിലേക്ക് ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു കാഴ്ച കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തിയുടെ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഒരു മനോഹരനെന്നും മോഹനനെന്നും ഉള്ള രണ്ട് പേരുകളെ ആ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കണം. മനോഹരനെന്നും മോഹനനെന്നുമുള്ള രണ്ട് പേരുകൾ, രണ്ട് വ്യക്തികളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തികളുടെ മേൽ ഇന്ന് വലിയ ദൈവപ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് അവിടെ തുറക്കുന്നു. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് ഇന്ന് അവിടെ മാറ്റാൻ വേണ്ടി പോകുന്നു. ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്താൽ ഒരു സാക്ഷ്യം ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. സകല പ്രതിസന്ധികളും നീങ്ങി ദൈവികമായ സമാധാനം അവിടെ തുറക്കുന്നില്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിപ്പോൾ അത് തുറന്നു പ്രാർത്ഥിക്കുന്നു. അപ്പം അതോടൊപ്പം തന്നെ ഡിസംബർ മാസം 15 തീയതി ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ മാസം 15 ജനിച്ചു. ആ വ്യക്തിയുടെ പേരിൻ്റെ ആദ്യം എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നുണ്ട്. അതേ എസ് എന്ന അക്ഷരത്തിൽ തന്നെ ആ കുടുംബത്തിൽ മറ്റൊരു വ്യക്തി കൂടെയുണ്ട്. രണ്ട് വ്യക്തികൾ അതേ അക്ഷരത്തിൽ തുടങ്ങുന്ന വ്യക്തികളാണ്. എസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന രണ്ട് വ്യക്തികൾ ഇപ്പോൾ ആ ഭവനത്തിൻ്റെ അകത്തുണ്ട്. യേശുവിൻ്റെ നാമത്തിലെ രണ്ട് വ്യക്തികളെയും ഈ ജനിച്ച വ്യക്തി മുഖാന്തരം ആ വ്യക്തിയെയും രണ്ടുപേരെയും കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ആലോചനയെ സ്വീകരിച്ചോണം. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. നിന്ദകളെ ദൈവം എടുത്തു മാറ്റി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പുള്ള കോട്ടയാക്കി ദൈവം നിങ്ങളെ മാറ്റാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതകരമായ സാക്ഷ്യമായി അവരുടെ ജീവിതം തീർന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ പ്രതിസന്ധിയായി നിന്ന സകലതും കൺമുമ്പിൽ നീങ്ങി കർത്താവിനാൽ സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി മാറട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയേക്കുന്നത്? അല്ലാത്ത പക്ഷം നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ. ബ്രദർ, എന്റെ വീട്
ഞാൻ എന്റെ എസ്.സിയിലാണ്. അമ്മയുടെ സഹോദരൻ, അമ്മയുടെ ഏട്ടത്തിന്റെ മകനും. അല്ല, ഇപ്പൊ വീടിന്റെ അകത്ത് സ്വന്തം വീട്ടിൽ ഇപ്പൊ താമസിക്കുന്ന വീട്ടില് എസ് എന്ന പേരിലും ഈ പറഞ്ഞ ഡേറ്റിൽ ജനിച്ച ആളാരാ? എസ് എന്ന ഡേറ്റിൽ ഞാനും മോനും ഒരു വീട്ടിലാണ്. ഈ ഡേറ്റിൽ ജനിച്ചത് ആരാ? സർ ഡേറ്റ് കേട്ടില്ല ബ്രദർ. ഡിസംബർ 15 എന്നാ പറഞ്ഞ. ഡിസംബർ മാസം സോറി 15 തീയതി ജനിച്ച അങ്ങനെ. എസ് എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളെ കർത്താവ് ഒരേ കുടുംബത്തിൽ കാണിക്കുന്നു. ആ വ്യക്തികളെ കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ വ്യക്തികളുടെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ ആ രണ്ട് വ്യക്തി ഡിസംബർ 15 അല്ല, ഒരു വ്യക്തി ഡിസംബർ 15 എസ് എന്ന് പറയുന്ന അക്ഷരമുള്ള രണ്ട് വ്യക്തികൾ ആ കുടുംബത്തിലുണ്ട്. അവരെ കർത്താവ് സ്പർശിക്കുന്നു എന്നാണ് പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു, സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി തീർന്നതിന് നന്ദി പറയുന്നപ്പ. ഇന്ന് യൂട്യൂബിലോ ലൈവിലോ കാണുന്നവർ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ തുറക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച ഒരു ചേച്ചിയാണ്. അതായത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ബന്ധപ്പെട്ട ഒരു കസിൻ സിസ്റ്ററാണ്. ആ കസിൻ സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ കാണിക്കുന്നു. അതായത് ആ കുടുംബത്തിൽ, കസിൻ സിസ്റ്ററുടെ കുടുംബത്തിൽ ഫിലോമിന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം നിങ്ങൾ രണ്ടുപേരെയും കണക്ട് ചെയ്ത് ദൈവം ഒരു സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകുന്നു. ഈ ദിവസങ്ങളിൽ നാളുകളായിട്ട് നടക്കാത്ത ഒരു പ്രവൃത്തി ആ കുടുംബത്തിന് മേൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്. ആ വ്യക്തി മുഖാന്തരം ഒരു നന്മയെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അതിനെ സ്വീകരിച്ചാട്ടെ. ദൈവം ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. നന്മയാക്കി കർത്താവെ അങ്ങ് മാറ്റുന്നല്ലോ, സാക്ഷ്യമാക്കി സ്വർഗം അത് മാറ്റുന്നല്ലോ. അക്കൂട്ടത്തിൽ ദൈവം എന്നെ ജോമോൻ എന്ന് പറയുന്ന ഒരു പേര് കൂടെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയെ കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു അനുഗ്രഹ സാക്ഷ്യമായിട്ട് കയറ്റാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അത് തുറക്കുന്നുപ്പാ. അനുഗ്രഹത്തെ തുറന്നു ബ്രദറെ പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു ബ്രദറെ പറഞ്ഞു ആ ബ്രദർ പറഞ്ഞില്ലേ ഒരു മനോഹരനെയും മോഹനനെയും, അത് എന്റെ മാതാവിന്റെ സഹോദരനും മാതാവിന്റെ ചേച്ചിയുടെ മകനുമാണ്. അത് ഞാൻ ഏറ്റെടുക്കുന്നു അവർക്ക് വേണ്ടി. അതേറ്റെടുത്ത ദുഷ്ടരെ കർത്താവ് അത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. രണ്ട് പേരുകളെ കർത്താവ് വെളിപ്പെടുത്തി ആ കുടുംബത്തെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. ആ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ, അങ്ങനെ അന്തരീക്ഷത്തെ കർത്താവ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റാൻ വേണ്ടി പോവാ. നന്ദി പിതാവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിന്റെ വലിയ സാക്ഷ്യം എന്ന് അവിടെ തുറക്കുന്നല്ലോ, വലിയ അത്ഭുതത്തെ കർത്താവ് ചെയ്യുന്നല്ലോ അപ്പ. ഞാൻ ഓരോരുത്തരെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഈ ദിവസങ്ങളിൽ കടഭാരത്തിന്റെ അകത്ത് ഞെരുങ്ങുന്ന ആളുകളുണ്ട്, സമാധാനമില്ലാതെ അലയുന്നവരുണ്ട്. ഈ ദിവസങ്ങളിൽ ജോലിയിലും എല്ലാം തകർച്ചയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ വിളിച്ചു പറഞ്ഞ ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ ഇന്ന് ദൈവപ്രവർത്തി കാണും. ഇന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ഞാൻ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി എന്ന് കാണാൻ വേണ്ടി പോവാം. ദൈവത്തിൻ്റെ അത്ഭുതത്തെ യേശുവിൻ്റെ നാമത്തിൽ കാണും, യേശുവിൻ്റെ നാമത്തിൽ കാണും, യേശുവിൻ്റെ നാമത്തിൽ കാണും. കർത്താവിൻ്റെ വലിയ സാക്ഷ്യമായി കർത്താവ് മാറ്റാൻ വേണ്ടി പോകുന്നപ്പാ. നന്ദി പിതാവേ, നന്ദി പിതാവേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആരുടെയോ ഒരു ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു സൈൻ ചെയ്ത് തരുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഫ്രാൻസിസ് ഒരു സൈൻ ചെയ്ത് ആ ഡോക്യുമെന്റ് കൈമാറുന്ന ഒരു കാഴ്ച കർത്താവ് പറയുന്നു. ഇപ്പോൾ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. നന്മയാക്കി ദൈവം മാറ്റുന്ന കൃപയ്ക്ക് നന്ദി. അത്ഭുത രോഗസൗഖ്യങ്ങൾക്ക് നന്ദി, അത്ഭുത വിടുതലക്ക് നന്ദി പറയുന്നപ്പ. സാക്ഷ്യമായിട്ട് സ്വർഗമേ അങ്ങ് മാറ്റുന്നതിന് നന്ദി പറയുന്നപ്പ. ദൈവം പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നപ്പ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. സ്വർഗത്തിലെ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. വ്യക്തിപരമായി എല്ലാവർക്കും മറുപടി അയക്കാൻ കഴിയത്തില്ലെങ്കിൽ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും, വായ്പ മേടിക്കത്തില്ല, വാരി വീതറി കൊടുക്കും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. കർത്താവ് ഞങ്ങൾ ഇപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ.
അവർ അതിരുകൾ വിസ്താരമാകട്ടെ. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ, സാമ്പത്തികമായിട്ട് എവിടെയെങ്കിലും ഞെരുങ്ങുന്നുണ്ടെങ്കിൽ വർധനവുണ്ടാകും. ആ വിധവയുടെ 2 അണയെ കണ്ട കർത്താവ് വചനം പറയുന്നത് പോലെ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് അമർത്തി കുലുക്കുന്ന ഒരളവ് നിങ്ങളുടെ മടിയിൽ തരുമെന്ന് അരുളി ചെയ്ത കർത്താവ് തുറന്നു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വെള്ളിയാഴ്ച നമുക്ക് ലേഡീസ് മീറ്റിംഗ് ഉണ്ട്, സഹോദരിമാർക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് ഉണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും, അതിന്റെ ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്നതായിരിക്കും. സമയവും അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ സഹോദരിമാര് പ്രാർത്ഥനയിൽ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ നിങ്ങൾ അത് വീണ്ടും ജോയിൻ ചെയ്യുക. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്ക് അൻസു സിസ്റ്റർ അത് ലീഡ് ചെയ്യുന്നതായിരിക്കും. ദൈവികമായ ആലോചന കേൾക്കേണ്ട പല സമയങ്ങളിലും നിങ്ങൾ സൗണ്ടുകളൊക്കെ പ്രാർത്ഥനയോടെ പറഞ്ഞു. കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി സൗണ്ടുകൾ മ്യൂട്ട് മാറ്റിയത് വന്നു. പലപ്പോഴും പലരും പറഞ്ഞ് ആലോചന കേൾക്കാൻ പറ്റിയില്ല, വചനങ്ങൾ ക്ലിയർ ആകാതെയൊക്കെ വന്നു എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നിങ്ങളോട് സംസാരിക്കും, ദൈവം നിങ്ങളോട് ഇടപെടും. അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് ടൈം അയക്കാം, പ്രാർത്ഥനയോടെ തന്നെ വരിക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യങ്ങളുള്ളവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് ബ്രദർ. ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ 25-ാം തീയതിയാണ് എൻ്റെ മോൻ്റെ രോഗം സംബന്ധിച്ച് വളരെ പ്രയാസത്തിലും കണ്ണീരോടും കൂടി ബ്രദറിന്റെ മീറ്റിംഗിൽ ആദ്യമായിട്ട് കയറുന്നത്. എൻ്റെ ഒരു സിസ്റ്ററാണ് നമ്പർ ഇതെല്ലാം തന്നത്. അന്ന് കരഞ്ഞ് കയറി. പക്ഷെ ഇപ്പോൾ ഇന്നലെ അതുപോലെ ഹോസ്പിറ്റലിൽ മോൻ കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഒരു കരച്ചിലും ഇല്ല. ഈ വചനം പറഞ്ഞ് പഠിച്ചു വെച്ചത് കൊണ്ട് വളരെ ധൈര്യമായിരുന്നു. ഇന്നലെ സൂം മീറ്റിംഗിന്റെ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന മോൻ ഡിസ്ചാർജ് ആയി റൂമിൽ വന്നു. ചെറിയ എന്തുകൊണ്ടൊക്കെയോ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ വലിയ അത്ഭുത ഈശോ ചെയ്ത് രോഗസൗഖ്യം കൊടുത്ത് സന്തോഷമായിട്ടിരിക്കുന്ന ദൈവത്തിന് മഹത്വത്തിനായി ഇത് പറയുന്നു. നന്ദി കർത്താവ്. പ്രിയ സഹോദരി പറഞ്ഞല്ലോ, നേരത്തെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു, പക്ഷെ കർത്താവിന്റെ വചനം ഉള്ളത്തിൽ ബലവും ധൈര്യവും കൊടുത്തു. ഇന്ന് വലിയ രോഗാവസ്ഥയിലായിരുന്നു, പക്ഷെ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമുള്ള വ്യക്തിയായി മകനെ കാണുവാൻ ദൈവം ഇടയാക്കി. അങ്ങ് പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും വിശ്വാസത്തിന്റെ വർധനമുണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ് ബ്രദർ, കേൾക്കാമോ? പറയുന്നത് പറഞ്ഞു. ഇന്നലെ പിന്നെ ഞാൻ മേരിക്കുട്ടി ആന്റണി മൈസൂരിൽ നിന്നാണ്. ഇന്നലെ ഒരു പൂച്ച വന്നിട്ട് വളരെ ശല്യം ഉണ്ടാക്കി. അതിനെ എറിയാൻ എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ പലതും ശ്രമിച്ചിട്ടും പറ്റിയില്ല. രാത്രിയായപ്പോ പിന്നെയും 11 മണിയൊക്കെ പിന്നെയും ഇവിടെ കിടന്ന് അലറുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരനർത്ഥവും നിനക്ക് ഭവിക്കൽ, ഒരു ബാധയും നിന്റെ കൂടാരത്തെടുക്കുക, ദൈവത്തിന്റെ വചനമാണ് നീ പറഞ്ഞ സ്തോത്രം പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ പൂച്ച ഡിസപ്പിയർ ആയി. സ്തോത്രം. വലിയ ശല്യമായിരുന്നു. ചെറിയതൊക്കെ ഒരു കാര്യമാണെങ്കിൽ അത് വല്ലാത്തൊരു ശല്യമായിരുന്നു. ആർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം വചനം പറഞ്ഞപ്പോഴത്തേക്കും ആ വചനം ശക്തിയായി വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും നമുക്കറിയത്തിൽ ലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിലപ്പം മറ്റൊരാൾക്കുള്ള ചെറിയ കാര്യം എന്ന് തോന്നിയാലും നമുക്ക് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. പക്ഷെ അത് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞപ്പോൾ അത് മനുഷ്യനായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ബുദ്ധിമുട്ടായത് മാറും എന്ന കർത്താവ് ആ വചനത്തിലൂടെ കർത്താവ് പ്രവർത്തിച്ചതിന് നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അനേകർക്ക് വേണ്ടി വചനത്തെ ശക്തമായിട്ട് ഉപയോഗിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഞാൻ ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ മറ്റവരെല്ലാം ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാക്ഷ്യം പറയാനുള്ളവർ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടെ കഴിയുന്ന ഒരുമിച്ച് മ്യൂട്ട് മാറ്റിയാൽ സൗണ്ട് ക്ലാഷ് ആവുന്നത് കൊണ്ടാണ്. ബാക്കിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ, പറഞ്ഞു. കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. ഞാനിവിടെ ബാംഗ്ലൂരിൽ നിന്നാണ്. സുമ ജോസ് എന്ന പേര്. ഞാൻ ഒരു ബ്രെഡ് ഡേറ്റ് കഴിഞ്ഞതായിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് കണ്ണിന് ഇച്ചിരി പ്രോബ്ലം ഉള്ളത് കൊണ്ട് അതിലിങ്ങനെ സ്വല്പം ഒരു ഫംഗസ് പ്യൂപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതില്. അപ്പോൾ ഞാനത് അറിയാതെ കഴിച്ചു ഇപ്പൊ വായിലൊക്കെ നിറച്ചിങ്ങനെ ഫംഗസ് പോലെയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാന് ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിനുള്ള മരുന്ന് കഴിച്ചു. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കലും എനിക്ക് നാവില് കുരുക്കൾ അങ്ങോട്ട് വന്നു. നാവില് കുരുക്കൾ വന്നപ്പോൾ ഞാന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് നാവിലൊക്കെ കുരുക്കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം എനിക്ക് നാക്കില് സെൻട്രല് ഭയങ്കര വേദനയായിട്ട് പിന്നെ ഞാൻ പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞപ്പോൾ വലിയൊരു കുരു അവിടെ നാക്കിന്റെ സെൻട്രലിൽ പ്രത്യക്ഷപ്പെട്ടു.
ഞാൻ എന്നിട്ട് രാത്രി വെള്ളം ഇറക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല, വേദന കൊണ്ട് നാക്കിൽ ഭയങ്കര വേദന. രാത്രിയിലെല്ലാം ഞാൻ കിടന്നിങ്ങനെ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം എന്ന് പറഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കൊൽക്കുഴിഞ്ഞ് തുപ്പിയതിന് ശേഷം ലാസ്റ്റിൽ കൊൽക്കുഴിഞ്ഞ് തുപ്പി, നാക്ക് പഠിച്ചില്ല, ലാസ്റ്റിൽ കൊൽക്കുഴിഞ്ഞ് തുപ്പിയപ്പോ ഈ കുരു അങ്ങനെ സിങ്കില് വീണു. അപ്പൊ എനിക്ക് തോന്നി ഇതിലെന്തോ ഒന്ന് എന്റെ വായിന്ന് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് സിങ്കില് നോക്കി കഴിഞ്ഞപ്പോ ഒരു പിങ്ക് കളറില് ഒരു ചെറിയൊരു മുത്ത് പോലെ കിടക്കുന്നു. അപ്പൊ ഞാന് ദൈവമേ ഇതെന്റെ വായിലെ കുരുവാണോ എന്നിട്ട് പിന്നെ നാക്ക് നോക്കി കഴിഞ്ഞപ്പോ നാക്കില് വേദനയും ഇല്ല. അപ്പൊ എനിക്ക് നാക്ക് വടിക്കാൻ പറ്റി, വടിച്ചപ്പോ ഒരു തരി വേദനയില്ല. അതോടുകൂടി അതങ്ങ് പറഞ്ഞും പോയി, ആ വേദന അങ്ങനെ പോയി. എനിക്കത് ഭയങ്കര ഒരു മിറക്കിളായി പോയി, എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു അത്ഭുതമായി പോയി. ദൈവം എനിക്ക് വലിയൊരു ഉപകാരം ചെയ്തെന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നന്ദി പറയുന്നു. ആമേൻ. നന്ദി കർത്താവേ, ദൈവത്തിന്റെ വലിയ പ്രവർത്തിക്ക് നന്ദി പറഞ്ഞ പോലെ തന്നെ ആ ബുദ്ധിമുട്ട് ബ്രെഡ് കഴിച്ചുണ്ടായത് ഫംഗസിന്റെ പ്രോബ്ലമായിരുന്നു. മരുന്ന് കഴിച്ചിട്ട് വ്യത്യാസം വന്നില്ല. പക്ഷെ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നുള്ള വചനം പറഞ്ഞ് കൽപ്പിച്ചു. ആ വചനത്തിന്റെ ശക്തി പുറത്തേക്ക് ഒഴുകി ഇന്ന് പൂർണ്ണ സൗഖ്യമായിട്ട് മകളെ കാണുവാൻ കർത്താവ് ഇടയാക്കി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ കുരു പോയോട് കൂടി തന്നെ അത് പോയി ബ്രദറെ, വേദനയും പോയി. ആ കുരു പോയോട് കൂടി ആ വേദന അപ്പൊ തന്നെ ക്ഷണത്തിൽ ആ വേദന, നാക്കിലെ ഫുള്ള് വേദനയും പോയി. ആമേൻ. കർത്താവ് എന്ന് സൗഖ്യമാക്കി കൃപയ്ക്ക് പൂർണ്ണ വേദന മാറി കൃപയ്ക്ക് നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ബ്രദറെ, പറഞ്ഞു സിസ്റ്ററെ. ജോലിയില്ലാതെ ഒത്തിരി ഭാരപ്പെടായിരുന്നു. അപ്പോ പല സ്ഥലത്ത് ഇന്റർവ്യൂവിനൊക്കെ പോയി. അപ്പൊ ആ വീടിന്റെ അടുത്ത് തന്നെ ഒരു സ്കൂളില് പാർട്ട് ടൈം ടീച്ചറായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വചനം വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ദൈവം ചെയ്തൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. സാലറി കുറച്ച് കുറവാണ് എങ്കിലും ഞാനത് ദൈവം തന്നത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. കുട്ടികൾ കുറച്ച് കുറവുള്ള സ്കൂളാണ്, കുട്ടികൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് സാലറി കൂട്ടിത്തരാന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ വിശ്വാസത്താലായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു ദൈവം തന്ന ജോലിയാണ്. തീർച്ചയായിട്ടും വർദ്ധിക്കുന്ന സിസ്റ്റർ പറഞ്ഞോണം. ഞാൻ വാരി വിതറി കൊടുക്കുന്ന രീതിയിൽ കർത്താവ് എന്നെ വർദ്ധിപ്പിക്കും, എന്റെ നന്മകൾ വർദ്ധിപ്പിക്കും, ഇനിയും ഞാൻ ഉയർച്ച പ്രാപിക്കുന്ന എപ്പോഴും വിളിച്ചു പറഞ്ഞു. നമ്മുടെ അതിരുകളെ ദൈവം അങ്ങ് വിസ്താരമാക്കും, വലിയ നന്മകളാൽ സ്വർഗം നിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. പറഞ്ഞു. എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത്. എനിക്ക് 1.5 വർഷമായിട്ട് എന്റെ കൈയിന് വേദനയായിരുന്നു ബ്രദർ. ഇപ്പൊ പ്രാർത്ഥിച്ചു, ഞാൻ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ആ കൈയിന്റെ ഷോൾഡറിന്റെ താഴെ മസിലിന്റെ വേദന ദൈവം എടുത്തു മാറ്റി. ബ്രദർ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ്. എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു? 1.5 വർഷം. എനിക്കൊരു ആക്സില ക്ലിയറൻസ്, ഞാനൊരു ക്യാൻസർ രോഗിയാണ്. ആക്സില ക്ലിയറൻസ് ചെയ്തതാണ്. അപ്പം അന്ന് 2023 ഒക്ടോബർ തുടങ്ങിയ വേദനയുണ്ട്. ഞാൻ എന്നും ബ്രദർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സമയമാണ് ബ്രദർ അത് പറഞ്ഞത്, കൈയിന്റെ വേദന. അത് പൂർണ്ണമായി ദൈവം വിടിയിച്ചെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് ഇന്ന് സൗഖ്യമാക്കി കൃപയ്ക്ക് പ്രീസുവാൻ 1.5 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. ആ പ്രാർത്ഥനാ സമയത്ത്, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് കൈയെടുത്ത് വെച്ചു. പൂർണ്ണ സൗഖ്യം ഇന്ന് 1 വർഷമായിട്ടുണ്ടായിരുന്ന വേദന കംപ്ലീറ്റ് മാറി. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഇനിയും കർത്താവ് നിറയ്ക്കട്ടെ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞോ. ഞാനൊരു 2-3 ദിവസത്തിന് മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എബ്രോഡ് സ്റ്റഡീസിന്റെ ഒരു 25 lakhs സ്കോളർഷിപ്പ് എനിക്ക് കിട്ടിയതായിട്ട്. അപ്പോ ഞാനൊരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് അവിടെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് നേരത്തെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ യൂണിവേഴ്സിറ്റിയിൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള 25 lakhs സ്കോളർഷിപ്പ് അല്ലാതെ എക്സ്ട്രാ ഒരു 7 lakhs സ്കോളർഷിപ്പും കൂടെ കർത്താവ് എനിക്ക് തന്ന സഹായിച്ചത്. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സഹോദരൻ പറഞ്ഞ തന്നെ രാജ്യങ്ങളുടെ നന്മ കാണുന്നുള്ള വാക്തത്വ നിവൃത്തിയാണ്. ദൈവം സ്കോളർഷിപ്പുകളെ കർത്താവ് തുറക്കുവാൻ ഇടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ വലിയ നന്മയായി തീരും. വഴിയാത്രയിലൊക്കെയും ദൂതന്മാർ കൂടെ വരും. വലിയ സാക്ഷ്യമാക്കി സ്വർഗം മാറ്റും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എനിക്ക് കയ്യിലാണെങ്കിലേ
വിരലിൽ ഇങ്ങനെ വേദന വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ഓർക്കെ പറയാവോ? കയ്യില് എനിക്ക് ഇങ്ങനെ വേദന വരാറുണ്ട് ഉം, വിരലില്. ഉം. അപ്പം അത് വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര വേദനയാണ്, രാത്രി ഉറങ്ങാനൊന്നും പറ്റില്ല. അപ്പൊ അത് ഞാൻ ഡോക്ടറെയൊക്കെ കാണിച്ചിരുന്നു, പക്ഷെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഈ വേദന വരുമ്പം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്നലെ വൈകുന്നേരം ആയപ്പോ ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ ഇന്ന് ഉച്ചയായപ്പോഴത്തേനും ആ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറി. സാധാരണ ഇത്രയും നാൾ കുറെ വർഷങ്ങളായിട്ടുള്ള എത്ര വർഷമായിട്ടുള്ള വേദനയാണ് സിസ്റ്ററെ അത്? ഓഡിയോ കട്ടായല്ലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഓഡിയോ കട്ടായി പോയി. നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആണോ? ഹലോ ബ്രദർ. ഒരു മിനിറ്റ് ഹലോ സിസ്റ്റർ. ബ്രദർ. ക്ലിയർ ആണ് ബ്രദർ. ഇപ്പൊ പറഞ്ഞ സഹോദരി കേൾക്കാവോ? കേൾക്കാം. ബ്രദർ എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് സിസ്റ്റർ? ഒരു മിനിറ്റ്. കുറെ വർഷങ്ങളായിട്ടേ ഉണ്ട്. ഒരു 10 വർഷത്തോളമായി. നിങ്ങൾക്ക് കേട്ടെ 10 വർഷത്തോളമായിട്ട് സിസ്റ്ററുടെ വിരലുകൾക്ക് വേദനയായിരുന്നു, ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വേദനയായിരുന്നു. ഡോക്ടർമാരെ കാണിച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ സിസ്റ്റർ പറഞ്ഞ തന്നെ വല്ലാത്ത വേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഇന്നലെ കർത്താവെ ഞങ്ങളുടെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്ന വചനത്തെ പുറത്തോട്ട് എടുത്തപ്പം എന്ന് പറഞ്ഞ പോലെ പൂർണ്ണ സൗഖ്യം. 10 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയാണ് കർത്താവ് സൗഖ്യമാക്കിയത്. അത്ഭുതത്തിന്റെ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ വിട്ടുകൊടുക്കരുത്. സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്. കർത്താവ് പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഞാൻ ദൈവനാമത്തിനായിട്ട് ഒരു കാര്യം പറയട്ടെ? പറഞ്ഞു. കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു സിസ്റ്ററെ. ഞാൻ മേരിക്കുട്ടി മൈസൂർ എന്ന് പറയാണ്. വീണ്ടും 23 മുതൽ 25 തീയതി വരെ ബാംഗ്ലൂർ ഒരു കൺവെൻഷൻ ഉണ്ട്. ഞാനതിന് പോകാനൊക്കെ ആയിട്ട് നിശ്ചയിച്ചു. പിന്നെ ഞാൻ ഇതിനകത്ത് കയറിയ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പോകുന്നില്ല എന്ന്. അത് തന്നെയല്ല, ഭയങ്കര മഴ. പിന്നെ അവിടെ ബാംഗ്ലൂരിലെ മഴ, മൈസൂരിലെ മഴ, അപ്പൊ കർണാടകയിലൊക്കെ മഴയാണ്. അപ്പൊ ഇന്ന് ആ ഗ്രൂപ്പിലെ ഞാനിങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു, കാലാവസ്ഥ നിയന്ത്രിക്കാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ അവർ എന്നോട് സാധാരണ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറയാറില്ല. അപ്പൊ അവർ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മഴയുടെ ഈ കാലാവസ്ഥയെല്ലാം നിയന്ത്രിക്കാനായിട്ട്. അതിശയം എന്ന് പറയട്ടെ ബ്രദർ, ഈ നിമിഷം വരെ ഇപ്പൊ ഇവിടെ മഴ പെയ്തിട്ടില്ല. നല്ല കാലാവസ്ഥയാണ്, മഴ ആവശ്യമാണ് നമുക്ക്. പക്ഷേ ഈ ഒരു കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ മഴ ഒരു പന്തലൊക്കെ ഇട്ട് ഒത്തിരി പൈസയൊക്കെ വേസ്റ്റ് ആകത്തില്ലേ? അപ്പോൾ അതൊരു അതിശയമാണ്. ഒന്നിച്ചാണ് എല്ലാവരും കൂടി ഒരു പ്രാർത്ഥനാ സംഘം എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ പ്രെയർ ആണ്. ദിവസം ഒരു രാജ്യത്തിന് വേണ്ടിയും ദിവസം ഒരു സ്റ്റേറ്റിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പം ഞാൻ അവരിൽ നടത്തിപ്പേരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അറക്കപ്പെട്ട കുഞ്ഞാണ്, സകല മഹത്വം അർപ്പിക്കുന്നു. സ്തോത്രം. വചനം പിന്നെ ശക്തി. അതുകൊണ്ടാണ് ഞാൻ ആ കൂടി തീർച്ചയായിട്ടും പ്രേസ് പറഞ്ഞ പോലെ തന്നെ ആകാശത്തിന്റെ മേൽ നമുക്ക് അധികാരമുണ്ട്. സൂര്യ നിൽക്കുക, ചന്ദ്രൻ അയ്യോൻ താഴ്വര നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നതുമെങ്കിൽ അന്തരീക്ഷത്തിന്റെ മേൽ, പ്രപഞ്ചത്തിന്റെ മേൽ വിശ്വാസിക്ക് അധികാരമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. അതുകൊണ്ടാണ് യേശു ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങി പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അധികാരത്തെ ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതേപോലെ എല്ലാവരും അധികാരത്തെ ഉപയോഗിക്കുക. കർത്താവ് നിങ്ങളുടെ മേൽ, പ്രപഞ്ചത്തിന്റെ മേൽ പോലും നമുക്ക് അധികാരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ഹലോ ബ്രദറെ. പറഞ്ഞു. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എന്തോ ബ്രദർ, ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ബ്രദർ പ്രാർത്ഥിക്കുന്നു എന്ന് ആലോചന പറയാൻ തുടങ്ങി. പിന്നെ അപ്പോഴത്തേക്ക് വേറൊരാൾ സാക്ഷ്യമായിട്ട് പറഞ്ഞു. അപ്പൊ അത് ബ്രദർ പൂർത്തിയാക്കിയില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എല്ലാവരും പറയുന്നത്, നിങ്ങളുടെ സൗണ്ടുകൾ എപ്പോഴും നിങ്ങൾ അറ്റൻഷൻ എടുത്തിരിക്കണം. ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു ഫ്ലോയിലായിരുന്നു. അപ്പൊ എങ്കിലും നമുക്ക് വരും ദിവസങ്ങളിൽ പിന്നെയും കർത്താവ് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും നമ്മൾ ഈ ആലോചനയുടെ സമയത്ത് എപ്പോഴും ബൈബിൾ ഒരു വാക്യം, അല്ല ബൈബിൾ വാക്യമല്ല ഞാൻ നിങ്ങളുടെ പറയുന്നത്, എല്ലാവരും ഒരുമിച്ച് ഞാൻ പറയുകയാണ്. നിങ്ങൾ ആര് ശുശ്രൂഷിച്ചാലും ആ വ്യക്തിയെ ഏറ്റവും കംഫർട്ടായിട്ട് ഇരുത്താൻ നിങ്ങൾ ശ്രമിക്കുക. കാര്യം പ്രത്യേകിച്ച് പ്രവചന ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനും നിങ്ങളൊക്കെ മനുഷ്യരാണ്. മനുഷ്യരായ നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതാണ്.
അപ്പോൾ ഡിസ്ട്രാക്ഷനുകൾ നമ്മളായിട്ടുണ്ടാക്കാതെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ആ സമയത്ത് പലരും മ്യൂട്ടുകൾ മാറ്റുന്നതുകൊണ്ടും വളരെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധ തിരിപ്പിക്കാതെ, ഇത് ഞാൻ എപ്പോഴും പറഞ്ഞാണ്, വീണ്ടും ഓർപ്പിക്കുകയാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും സിസ്റ്റർ ആലോചനയിലേക്ക് പിന്നെയും പ്രവേശിക്കാം. കാരണം വെച്ചാൽ ഇപ്പൊ നമുക്കിനി അത് കർത്താവ് ആ ഫ്ലോ വീണ്ടും ചെയ്യുവാൻ ഇടയായി തരും കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം സഹായിക്കും. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു പറഞ്ഞോട്ടെ ബ്രദറെ? പറഞ്ഞു പറഞ്ഞു ബ്രദറെ, ഞാൻ സിൽവിയാണ്. ബ്രദർ പറഞ്ഞായിരുന്നു സിനിന്ന് പേരെഴുതിയ ഒരു മോതിരം ഉള്ള ഒരു വ്യക്തിയെ കാണിക്കുന്നു. മോതിരം ഇപ്പം ഇല്ല എന്ന് പറഞ്ഞു. അത് എന്റെ ഹസ്ബൻഡിന്റെ വെഡിങ് റിംഗ് ആണ്. സിനിന്ന് എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ഫൈനാൻഷ്യൽ ഒരുപാട് പ്രോബ്ലത്തിലൂടെ പോവാ. ഞങ്ങൾ ബിസിനസ് ചെയ്ത് ഒന്നൊന്നായിട്ട് പണയം വെച്ച് മുഴുവനും ഞങ്ങളുടെ സ്വർണ്ണം എല്ലാം പണയാണ്. ഈ പ്രാർത്ഥനയിലും ഈ ബ്രദർ പറയുന്ന വചനത്തിലും ബലപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ. മറ്റേ ഭയങ്കര നിരാശയായിരുന്നു. ഇപ്പൊ എന്റെ ദൈവമോ എന്റെ ബുദ്ധിമുട്ടൊക്കെ അതാ ലക്ഷങ്ങൾ ചേർത്ത് പറഞ്ഞെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം വിടുവിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് എനിക്കുള്ള ആലോചനയായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രേസ് പറഞ്ഞത്. കാര്യം വെച്ചാൽ സിസ്റ്റർ ഈ മോതിരം ഇട്ട കാര്യവും മോതിരം പണയം വെച്ച കാര്യവും വല്ലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇതിപ്പോ കയ്യിലില്ലാന്ന് വല്ലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? കട്ടായി പോയ സിസ്റ്റർ. ഓഡിയോ കട്ടായി പോകുന്നു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ദൈവം വെളിപ്പെട്ടതുപോലെ തന്നെ പേരെഴുതിയ മോതിരം ഇപ്പൊ കയ്യിലില്ല, അത് പണയം വെച്ചിരിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് തൊടാൻ വേണ്ടി പോകുന്നു. ആ സാമ്പത്തിക മേഖലയെ കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. സിസ്റ്ററെ, ദൈവം വിഷയത്തിന് ഇടപെടാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മുഖത്തോടെ തന്നെ തൊടുത്തോണം ക്രിസ്തു യേശുവിൽ, ആ വചനം പറയുന്നത് ദൈവസന്നിധിയിൽ അതിന്റെ പ്രവൃത്തി തലത്തിലേക്ക് എത്തിയിരിക്കുന്നുള്ളതിന്റെ തെളിവാണ് കർത്താവ് പ്രവചനത്തിലൂടെ തുറക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റെടുത്തത് സിസ്റ്ററെ. നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരാൻ വേണ്ടി പോവാണ്. മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഒന്നുമില്ല, പക്ഷെ ദൈവം തുറന്നാൽ നമുക്ക് എവിടെ നിന്നാണോ വഴി തുറക്കുന്നതെന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. ദൈവം വലിയ വഴികളെ തുറക്കുവാൻ ഇടയായിത്തീരും. വലിയ സാക്ഷ്യങ്ങളെ തുറക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് സമൃദ്ധമായിട്ട് ഇനി നടത്തട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഹലോ ബ്രദറെ. കേൾക്കുന്നുണ്ട് സിസ്റ്ററെ, പറഞ്ഞു. കേൾക്കാൻ പറ്റുന്നുണ്ട്. ബ്രദറെ, ഇന്ന് ഒരു ആലോചന പറഞ്ഞതായിരുന്നു. എന്റെ ഡിസംബർ 15-ാം തീയതി ബർത്ത്ഡേ ഉള്ള ഒരാളിന്റെ പേര്. അത് എന്റെ ഹസ്ബൻഡാണ്. ഡിസംബർ 15-ാം തീയതി ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് എഫ്സിലാ തുടങ്ങുന്നത്. ഹസ്ബൻഡിന്റെ പേരെന്തുവാ? ഷാജി. സിസ്റ്ററുടെ പേര്? ഷേർലി. ഓക്കെ. കർത്താവ് വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്. നിങ്ങൾ ഡിസംബർ 15-ാം തീയതി തന്നെ 2 പേര് എസ് തുടങ്ങുന്ന ആൾക്കാരുള്ള കുടുംബമെന്ന് കർത്താവ് കാണിച്ചു. 2 വ്യക്തികളെയും കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. വലിയ സാക്ഷ്യമാക്കി സ്വർഗം മാറ്റാൻ വേണ്ടി പോവാണ്. നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഈ ദിവസങ്ങളിൽ എനിക്ക് ആലോചന തുറക്കുമ്പോൾ ഞാൻ നേരം വെളുക്കുന്നതിരിക്കാൻ സന്തോഷമാണ്. അപ്പം നിങ്ങൾ എപ്പോഴും ഇനി നേരി നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ എത്രത്തോളം ബ്രദറിനെ കംഫർട്ടാക്കി നിർത്തുന്നു, അത്രത്തോളം നിങ്ങൾക്ക് കർത്താവിലുള്ള എന്നെ മാത്രമല്ല, ലോകത്തിൽ ഏത് ദൈവദാസനത്തിൽ പോയാലും നിങ്ങൾ അവരും മനുഷ്യരാണ്, നിങ്ങളെ പോലെ തന്നെ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവർ പരിശുദ്ധാത്മാവിനാൽ നിയോഗത്താൽ എന്ന ബൈബിളിൽ പറഞ്ഞത്. അപ്പം നമ്മളിൽ പരിശുദ്ധാത്മ നിയോഗമുണ്ട്. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ സൂമിലായിരിക്കുന്ന എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ മൈക്ക് ഓൺ ആണെന്ന് എപ്പോഴും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, പ്രവചന ആലോചന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യുവാൻ വേണ്ടി പോകുന്നു മുൻകൂട്ടി നമ്മളെ പറയുന്നതും. നമ്മൾ പ്രവചനത്തിന് 2 തലമുണ്ട്. ഒന്ന് പ്രവചനത്തിലൂടെ വിടുതലുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി സാക്ഷ്യം കേട്ടു. കർത്താവ് ആലോചന വെളിപ്പെടുത്തി അവർക്ക് വലിയ സാക്ഷ്യം ഉണ്ടായത്. അത് പ്രവചന ആലോചനയിലൂടെ ആ തടസ്സത്തെ എടുത്തു മാറ്റുന്നത് കൊണ്ട് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ 2 രീതിയിലാണ് ഈ ശുശ്രൂഷ വെളിപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾ ഇടപെടും. ഇനി ഒന്നും ഇടപെട്ടില്ല എങ്കിൽ പ്രാർത്ഥിക്കുക, അടുത്ത തവണ നിങ്ങളോട് സംസാരിക്കും. ഇനിയും നിങ്ങളുടെ ഉള്ളിൽ വരവില്ലെങ്കിൽ ഈ വചനം ഒരു പ്രവചനമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബാക്കി സാക്ഷ്യം നമുക്ക് പിന്നെ കേൾക്കാം, നാളെ കേൾക്കാം. നമുക്ക് പിന്നെയും തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുന്നല്ലോ. വെള്ളിയാഴ്ച നമുക്ക് ലേഡീസ് മീറ്റിംഗ് ഉണ്ട്, സഹോദരിമാർക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് ഉണ്ട്. US-ലൊക്കെ ഉള്ളവർ ഒത്തിരി പേരെന്നോട് ചോദിച്ചു, അവർക്ക് ടൈമുകൾ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ഗ്രൂപ്പ്, US മീറ്റിങ്ങിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ഗ്രൂപ്പും കൂടെ ഒരുമിച്ച് ഇടാത്തതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ
അങ്ങനെ ഗ്രൂപ്പ് ഇട്ട എല്ലാവരും ഒരുമിച്ച് മിക്സഡ് ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്യും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഓരോന്നും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രയർ ലൈൻ നമ്പറിലേക്ക് EOC എന്ന് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് മെസ്സേജ് അയക്കുക, അവരത് ഗ്രൂപ്പിന്റെ ലിങ്ക് അയക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്കുകൾ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അതിലൂടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സമയവ്യത്യാസം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പ്രാർത്ഥനയുടെ ദൈവം അനുഗ്രഹിക്കേണ്ട. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. യൂട്യൂബിലെ കാണുന്നവർ, എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പോൾ കുടുംബത്തിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തവരായിരിക്കാം, നേരിൽ സൂമിൽ വരാൻ പറ്റുന്ന അന്തരീക്ഷമുള്ളവരായിരിക്കത്തില്ലെങ്കിലും എനിക്ക് ഒത്തിരി പേര് പറഞ്ഞു, ബ്രദർ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടെങ്കിലും സ്വാതന്ത്ര്യം ഇല്ലാത്തവരുണ്ട്, ഈ ദിവസങ്ങളിൽ സങ്കടപ്പെടേണ്ട, സ്വാതന്ത്ര്യം കർത്താവ് തരും, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും, കർത്താവ് വലിയ പ്രവൃത്തികളാൽ ദൈവം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വലിയ സാക്ഷ്യങ്ങളായിട്ട് സ്വർഗം നമ്മളെ ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവം നിങ്ങളെയും ധാരാളം എനിക്ക് 600-ന് മുകളിൽ ആളുകൾ നമ്മുടെ യൂട്യൂബിൽ കാണുന്നുണ്ട്. ഇതേ സമയം തന്നെ ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ഒരുമിച്ച് ഏറ്റുപറയാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ കർത്താവിന്റെ തിരുസന്നിധി